ഗുഡ് ഈവനിങ്. നമ്മളിന്ന് ആദ്യം നോക്കാൻ പോകുന്നത് കൺവേർഷനാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒരു 2 സ്പീഡിലൊക്കെ ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മൾ മരത്തിനെ മില്ലിൽ കൊണ്ടുപോയിട്ട് പലകകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൺവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. കൺവേർഷൻ ഈസ് സോയിങ് ഫെൽഡ് ട്രീ ഇൻ ടു സ്ക്വയർ എഡ്ജഡ് പീസസ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ സൂട്ടാകാൻ വേണ്ടിയിട്ട്, സൂട്ടബിൾ ഫോർ വുഡ് വർക്കേഴ്സ്, ജോയിനേഴ്സ് എക്സെട്ര. അപ്പോൾ നമ്മളെ മില്ലിൽ കൊണ്ടുവരുമ്പോൾ മരം കണ്ട റൗണ്ട് പീസായിരുന്നില്ലേ, അതിനെ മുറിച്ചെടുത്തിട്ട് നമ്മൾ സ്ക്വയർ എഡ്ജ് എന്താക്കിയിട്ടുണ്ട്, സ്ക്വയർ ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ, പലകകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനെ വിളിക്കുന്ന പേരാണ് കൺവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിലാണ് ഒന്നാമത്തെ മെത്തേഡാണ് ലൈവ് ഓർ പാരലൽ സോയിങ്. ലൈവ് അല്ലെങ്കിൽ പാരലൽ സോയിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിത്രം ശ്രദ്ധിച്ചില്ലേ, ഈ 2 ചിത്രം കേട്ടോ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ മില്ലിലുള്ള ബ്ലേഡ് ഇങ്ങനെ ഉണ്ട് എഴുതിക്കോ, നമ്മുടെ ബാൻഡ്സോ ബ്ലേഡൊക്കെ കണ്ടില്ല നിങ്ങൾ, അതുപോലത്തെ ബ്ലേഡ് ഉണ്ട് എഴുതിക്കോ. ആദ്യം ഞാൻ എന്ത് ചെയ്തു, മരത്തിനത് ഇങ്ങനെ വെച്ചു, മരത്തിന് ഞാനിത് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്തു, ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ കട്ട് ചെയ്തു, മൂന്നാമത് ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി ഇവിടെ ചിത്രത്തിൽ കൊടുത്ത നമ്പർ പ്രകാരമാണെങ്കിൽ നമ്മൾക്ക് ആദ്യം ഇവിടുന്ന് തുടങ്ങേണ്ടി വരും. ഒന്നാമത് ആദ്യം എന്ത് ചെയ്തു, ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തു, രണ്ടാമത് ഇങ്ങനെ കട്ട് ചെയ്തു, മൂന്നാമത് ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ ആണോ? അങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ബാക്കി ഇവിടുന്ന് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ മരത്തിനെ തല തിരിച്ചിട്ടു. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, 90 ഡിഗ്രി എന്ത് ചെയ്തു, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള പലകളിനെ ഇങ്ങനെ പാരലാക്കിയിട്ട് മുറിച്ചു. ഓക്കെ ആണോ? അതായത് പാരലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുറിക്കുന്നത്. മിനിമം നമ്പർ ഓഫ് മൂവ്മെൻറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ മരത്തിനെ മറിച്ചിടാനും തിരിച്ചിടാനൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൽ നോക്കി നോക്കൂ, കംപ്ലീറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയാണ് കട്ട് ചെയ്തില്ലേ. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡുലറി റേസ് പോകണ്ട നിങ്ങൾ, അതിൻ്റെ ആംഗിൾ, ഓരോ പലകയിലും ചെലുത്തുന്ന ആംഗിൾ മാത്രം ഇതിൽ നോക്കേണ്ടുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്കണോമിക്കൽ മെത്തേഡ് ഓഫ് കട്ടിങ്. ആ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. ലൈവ് സോയിങ് അല്ലെങ്കിൽ പാരലൽ സോയിങ്, 2 പേരുണ്ട് കേട്ടോ, ലൈവ് സോയിങ് അല്ലെങ്കിൽ പാരലൽ സോയിങ്. അപ്പോൾ എന്താണ്, സിംപ്ലസ്റ്റ് ആണ്, മോസ്റ്റ് എക്കണോമിക്കൽ വേണ്ടോ. ബൈ എനി ലിക്വിഡ് തിക്നെസ് ബൈ സീരീസ് ഓഫ് പാരലൽ സോ കട്ട്. ഇങ്ങനെ മുറിക്കുന്നതിന് നമുക്ക് വിളിക്കാം പാരലൽ സോ എന്ന് വിളിക്കാം. ദി ഗ്രോത്ത് റിങ്സ് മീറ്റ് ദി ഫേസ് ഓഫ് ദി ബോർഡ് ഇൻ എനി പാർട്ട് ഓഫ് അറ്റ് ആൻ ആംഗിൾ ലെസ് ദാൻ 45 ഡിഗ്രി. ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം നമ്മൾ ഈ മെഡുലറൈസ് പോകുമ്പോൾ ഈ പലകനോട്ട് കണ്ടില്ലേ, ഈ ഒരു ആംഗിൾ കണ്ടില്ലേ, ഈ ഒരു ആംഗിൾ, ഈ പലകനോട്ട് ഈ ഒരു ആംഗിൾ, ഈ ഒരു പലകനോട്ട് ഈ ഒരു ആംഗിൾ, ലെസ് ദാൻ 45 ഡിഗ്രിയാണ് ആ ആംഗിൾ ഉണ്ടാവുക. ദർ ഇസ് ലിറ്റിൽ വേസ്റ്റ് ഓഫ് ടിമ്പർ ആൻഡ് ടൈം. അവിടെ സമയത്തിനും മരത്തിനും വല്ലാണ്ട് വേസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ലൈവ് സോയിങ് ഓർ പാരലൽ സോയിങ്. ഇനി അടുത്തത്, ദി ചീഫ് ഫോൾട്ട് ഇൻ ദിസ് മെത്തേഡ് ലൈസ് ഇൻ ദി ഫാക്ട് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ബോർഡ് വാർപ്പ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പലകൾക്ക് വാർപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണെന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഒരു ഫാൾട്ടായിട്ട് അവർ പറയുന്നത്. ഇനി ഫ്ലാറ്റ് സോൺ ടിമ്പർ ഫ്രം സോഫ്റ്റ് വുഡ് ഹാസ് എ മോർ ഡെക്കറേറ്റീവ് അപ്പിയറൻസ് ദാൻ കാട്ടർ സോൺ. ഇതിൽ തന്നെ നമ്മൾ ഫ്ലാറ്റ് സോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാട്ടർ സോൺ ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലൊരു അപ്പിയറൻസ് ഉണ്ടാവും എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് എന്നാലും നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ദി മെത്തേഡ് ഓഫ് കട്ടിങ് ജോയിൻ ടു ഒബ്റ്റെയിൻ ദി മാക്സിമം സ്ട്രെങ്ത് യൂസ്ഡ് ഫോർ ടിമ്പർ റിക്വയർഡ് ഫോർ കൺസ്ട്രക്ഷൻ വർക്ക്, ഫെൻസ് പേവിംഗ് ആൻഡ് പാക്കിംഗ് കേസ്. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കേട്ടോ. കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനത്തെ വർക്ക്, അല്ലാതെ നമ്മുടെ ഓർണമെൻ്റൽ വർക്കിലൊന്നും ഇത് ഉപയോഗിക്കത്തില്ല. ഫെൻസ് പേവിംഗ്, പാക്കിംഗ് കേസില്ലേ, നമ്മളെ തക്കാളിപ്പെട്ടി അങ്ങനത്തെ കേസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കുക. ഇനി നമുക്ക് നോക്കി നോക്കാം. രണ്ടാമത്തെ ബാക്ക് സോയിങ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ സ്ലാഷ് എന്ന് പറയും. 3 പേരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടിയിട്ട് കാണുക കേട്ടോ, കാരണം സൗണ്ട് ചെറിയ വിഷയമുണ്ട്, അതുകൊണ്ടാണ്. ബാക്ക് സോയിങ്, ടാൻജൻഷ്യൽ അല്ലെങ്കിൽ സ്ലാഷ്, ഈ 3 പേര് ഇമ്പോർട്ടൻ്റാണ്. ബാക്ക് സോയിങ്, ടാൻജൻഷ്യൽ കട്ട് അല്ലെങ്കിൽ സ്ലാഷ് കട്ട്. നമുക്ക് ചിത്രം നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ആദ്യം പാരലൽ സോയിങ് കണ്ടു അല്ലേ, അതേപോലെ നമുക്ക് ചിത്രം നോക്കി നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ഫോർ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്, ഓക്കെ ആണോ, ഈ 3 പേര് പഠിക്കണം. ടാൻജൻഷ്യൽ, ഫ്ലാറ്റ് ഓർ സ്ലാഷ് കട്ട്. നമ്മൾ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുക, ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന മാതിരി കട്ട് ചെയ്യുക. ഓക്കെ ആണോ, ഇങ്ങനെ കട്ട് ചെയ്യുക. അതായത് ആദ്യം ഞാൻ ഇങ്ങനെ വെച്ചു, മരം ആ സോ ബ്ലേഡിൻ്റെ ടേബിളിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാനിത് ഇവിടെ കട്ട് ചെയ്തു. ഇത്രയും കട്ട് ചെയ്ത് ഒഴിവാക്കി. അതായത് ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ത് ചെയ്തു, കട്ട് ചെയ്ത് ഒഴിവാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, മരത്തിനെ തിരിച്ചിടും. മനസ്സിലായോ? മരത്തിനെ എന്ത് ചെയ്യും, 90 ഡിഗ്രി ഇതാ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 90 ഡിഗ്രി തിരിച്ചിടില്ല. തിരിച്ചിടുമ്പോൾ എന്ത് ചെയ്യും, അതായത് ആദ്യം മരത്തുന്നത് അടിയിലേക്ക് നോക്കും. ഈ ചിത്രം നോക്കി നോക്കും,
ഈ ഫിഗർ 3 പറഞ്ഞ ഈ ചിത്രം നോക്കി നോക്കും. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി. എന്നിട്ട് ഈ മരത്തിന് ഞാൻ എന്ത് ചെയ്തു, 90 ഡിഗ്രി തിരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ ആണോ? ഇങ്ങനെ ഇവിടെയും കട്ട് ചെയ്തു. ലാസ്റ്റ് തേർഡ് കട്ട് കണ്ടില്ലേ? തേർഡ് കട്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ലാസ്റ്റ് ഒന്നുകൂടി തിരിച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്യും. ഇതൊന്നും PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇന്ന് ഫിഗേഴ്സ് അതായത് അപ്പിയറൻസ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് മാത്രം നമുക്ക് നോക്കി നോക്കാം. അതിൽ ഈ 3 പേരും പഠിക്കണം. ഇറ്റ്സ് എ മെത്തേഡ് ബൈ വിച്ച് ദി ലോഗ് ഈസ് കട്ട് സോ ദാറ്റ് ദി വിഡ്ത്ത് ഓഫ് ദി ബോർഡ് ആർ ടാൻജൻഷ്യൽ ടു ദി ഗ്രോത്ത് റിങ്. ഈ ഗ്രോത്ത് റിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലേ? ആ ഗ്രോത്ത് റിങ്ങിന് ടാൻജൻഷ്യൽ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മനസ്സിലായില്ലേ? ഇതിന് ഈ ഗ്രോത്ത് റിങ്ങിന് ടാൻജൻഷ്യൽ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ദി ലോഗ് ഹാസ് ടു ബി ടേൺഡ് ഫ്രീക്വൻ്റ്ലി. കാരണം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ തല തിരിച്ചിടണം അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്യണം, തല തിരിച്ചിടണം. ഫസ്റ്റത്തെ നമ്മൾ പാരലൽ സോ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ടു ന്യൂ പൊസിഷൻ ഫോർ സോയിങ് ടു പ്രൊഡ്യൂസ് ദി ടാൻജൻഷ്യൽ കട്ട്. ഇങ്ങനെ ടാൻജൻഷ്യലായി കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇടക്കും തലക്കും മരത്തിന് തിരിച്ചിടണം. ഇവിടെ ഞാൻ ഒരു വട്ടം തിരിച്ചിട്ടു, രണ്ടാമത്തെ വട്ടം തിരിച്ചിട്ടു, മൂന്നാമത്തെ വട്ടം തിരിച്ചിട്ടു. ദിസ് ടാൻജൻഷ്യൽ കട്ട് അലോ ഫോർ സോയിങ് അറൗണ്ട് 40 പാർട്സ് ഓഫ് ദി ലോഗ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ 3 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല കഴിഞ്ഞിട്ടില്ല. ദർ ഈസ് ലിറ്റിൽ വേസ്റ്റ് ഓഫ് ടിമ്പർ. നമ്മൾ പാരലസോയി പഠിച്ച പോലെ അതേ പോയിന്റ് തന്നെയാണ്. അവിടെ വലിയ വേസ്റ്റ് ഉണ്ടാവുന്നില്ല. ബാക്സ് ഓൺ ബോർഡ് യൂഷ്വലി സീസൺ മോർ റാപ്പിഡ്ലി ദാൻ അതർ കട്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ട പോലെ ഈ ബാക്ക് സോയിങ് ഉണ്ടല്ലോ, ഈ ബാക്ക് സോയിങ് മെത്തേഡിൽ നമ്മൾ ചെയ്തെടുത്ത പലകകൾ പെട്ടെന്ന് എന്തായിരിക്കും, റാപ്പിഡ്ലി പറഞ്ഞാൽ പെട്ടെന്ന് എന്തായിരിക്കും സീസൺ ചെയ്തെടുക്കാൻ കഴിയും. കാരണം അതിൻ്റെ അങ്ങനെ ടാൻജൻഷ്യലായിട്ടാണ് അതിൻ്റെ കട്ടൊക്കെ വരുന്നത്. ടിമ്പർ സച്ച് ആസ് റെഡ് സെഡർ, പൈൻ വിച്ച് പൊസസ് ഡിസ്റ്റിങ്ക്ട് ഗ്രോത്ത് റിംഗ് ആർ യൂഷ്വലി ബാക്സ് ഓൺ. കാരണം അതിന് പ്രത്യേക ഗ്രെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഭംഗി നമുക്ക് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ടാൻജൻഷ്യലി വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്യണം. അതിന് വേണ്ടി ഏതൊക്കെയാണ് മരം റെഡ് സെഡാർ, പൈൻ, ഇതൊക്കെ നമ്മളെങ്ങനെ ചെയ്യുക, ബാക്ക് സോൺ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 പോയിൻ്റാണ്. ഇതിന് 3 പേരുണ്ട്. സ്ലാഷ്, ടാൻജൻഷ്യൽ, ഫ്ലാറ്റ്. ഇടക്കും തലക്കും മരം തിരിച്ചിടണം. പിന്നെ നമ്മൾ ടാൻജൻഷ്യലായിട്ടാണ് കട്ട് വരുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് സീസൺ ചെയ്യാൻ പറ്റും. പോയിന്റുകൾ ഒന്നുകൂടി ഞാൻ പറയാം. ഇതിൻ്റെ 3 പേരുകളുണ്ട്: ടാൻജൻഷ്യൽ കട്ട്, ഫ്ലാറ്റ്, സ്ലാഷ് കട്ട്. ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ ടാൻജൻഷ്യലായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രോത്ത് ഇങ്ങനെ ടാൻജൻഷ്യലായിട്ടാണ് നമ്മൾ കട്ട് വരുന്നത്. പിന്നെ ഇടക്കും തലക്കും നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചിടണം. പിന്നെ 3ാമത്തെ പോയിന്റ് പെട്ടെന്ന് സീസൺ ചെയ്തെടുക്കുക. പിന്നെ ഗ്രോത്ത് റിംഗ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആ 2 മരത്തിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക, റെഡ് സെഡാറും പൈനും. ഇവയിലാണ് ഈ ബാക്ക് സോൺ മെത്തേഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ആസ് ദർ ഇസ് മോർ സ്ട്രെങ്ത് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഗ്രോത്ത് റിംഗ്. അതായത് ഗ്രോത്ത് റിങ്ങിൻ്റെ ആ ഡയറക്ഷനിലാണ് ഒരുപാട് സ്ട്രെങ്ത് മരത്തിനുണ്ടാവുക. ബാക്ക് സോൺ ടിമ്പർ ഈസ് യൂസ്ഡ് ഫോർ ഫ്ലോർ ആൻഡ് സീലിംഗ് ജോയിൻറ്റ്. അതായത് ഇതിനെന്ത് ചെയ്യും, നല്ല സ്ട്രെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സീലിംഗ് ജോയിൻറ്റ്, ബിയേഴ്സ്, ഹാമർ, ആക്സ് ഹാൻഡിൽ, പോണ്ട്, ഡെസ്ക്, ടേബിൾ ടോപ്പ് എല്ലാത്തിനും ഉപയോഗിക്കുക. അതായത് എല്ലാ സ്ട്രെങ്ത് വേണ്ട അപ്പിയർസിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് സോൺ വുഡ് ഉപയോഗിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 4 പോയിൻ്റ് ആയിട്ടോ. അതായത് ഗ്രോത്ത് ഇങ്ങനെ ടാൻജൻഷ്യലായിട്ടാണ് എന്ത് ചെയ്യുക, സ്ട്രെങ്ത് ഉണ്ടാവുക. ബാക്ക് സോൺ ബോർഡ് ഷ്രിങ്ക് മോസ്റ്റ്ലി ഇൻ വിഡ്ത്ത് ആർ ലൈവ്ലി ടു വാർപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പാരലൽ സോയിങ്ങിൻ്റെ കേസിലും പറഞ്ഞു അല്ലേ, ഒരേ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താ, വാർപ്പ് ചെയ്യാൻ ചാൻസാണ്. പക്ഷേ ഇതിൽ എപ്പം മാത്രമുള്ളൂ, വിഡ്ത്തിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാർപ്പിങ്ങിൻ്റെ കേസ് പറയുന്നുള്ളൂ കേട്ടോ. വിഡ്ത്ത് എന്നാണ് ഇവിടെ പറയുന്നുള്ളൂ കണ്ടോ, വിഡ്ത്ത് എന്ന് പറയുന്നുള്ളൂ. മറ്റേ പാരലൽ സോയിങ്ങിൽ ലൈക്ലി ടു വാർപ്പ് എന്നാണ് പറയുന്നത്. ഇവിടെ ലൈവ്ലി അല്ല കേട്ടോ, ലൈക്ലി ടു വാർപ്പ് എന്നാട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാരലൽ സോയിങ് പഠിച്ചു, രണ്ടാമത്തെ 3 പേര് പഠിച്ചു, അതിൽ 5 പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു. ഈ ലാസ്റ്റ് വണ്ണാണ് കാട്ടോ സോയിങ് ഓർ റേഡിയൽ സോയിങ്. സീസൺ സ്ലോലി ബട്ട് റീറ്റെയിൻ ഷേപ്പ്. ഈ ഒരു മെത്തേഡിൽ മെല്ലെയാണ് സീസൺ ചെയ്യത്തുള്ളൂ. അതായത് അതിൻ്റെ നനവൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. പക്ഷേ അതിൻ്റെ ഷേപ്പ് അടിപൊളിയായിരിക്കും. അതായത് വാർപ്പ് ചെയ്യുക, ചുങ്ങ്, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാകത്തില്ല. ഓക്കെ ആണോ? ഇതിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ അടിയിൽ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് ചിത്രം തരിക. ഇനി ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കാം. Here the boards are cut with their width in the direction of medullary rays. Medullary rays അതായത് നമ്മളെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ഗ്രോത്ത് റിങ്, മെഡുലറി റേസിന്
ആ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, നമ്മൾ മരത്തിനെ കട്ട് ചെയ്തെടുക്കുക. കോട്ടസോൺ ബോർഡ്സ് ഫ്രം ടിമ്പർ വിച്ച് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് മെഡുലറി റേസ് സച്ച് എസ് ഓക്ക്, മരം. മറ്റേ നമ്മളെന്താ പഠിച്ച്, റെഡ് സഡാർ എന്നൊക്കെ പഠിച്ച്. ഇതിലെന്താ ഓക്ക്, ഇൻ്റർലോക്കഡ് ഗ്രെയിൻ സച്ച് എസ് മാപ്പിൾ, ഇങ്ങനത്തെ ഗ്രെയിനൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യും, കാട്ടസോണാണ് ഉപയോഗിക്കുക. ഷോ ഡെക്കറേറ്റീവ് ഫിഗർ വിച്ച് ഇൻക്രീസസ് ദി വാല്യൂ ഓഫ് ദി ടിമ്പർ ഫോർ ക്യാബിനറ്റ് വർക്ക്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡെക്കറേറ്റീവ് ഫിഗേഴ്സുള്ള മരത്തിനെ നമ്മൾ ചെയ്യുന്ന സോയിങ് ആണ് റേഡിയൽ സോയിങ്. ഇമ്പോർട്ടൻ്റ് ആണ് റേഡിയൽ സോയിങ് അല്ലെങ്കിൽ കാട്ടർ സോയിങ് അല്ലെങ്കിൽ റേഡിയൽ സോയിങ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ദി ഫേസസ് ഓഫ് ദി ബോർഡ് ആസ് നിയർലി ആസ് പോസിബിൾ പാരലൽ ടു ദി മിഡിൽ റേസ്. മാക്സിമം എന്ത് ചെയ്യണം, ആ മിഡിൽ റേസിന് പാരലൽ ആവണം കേട്ടോ. ഫുള്ളി കാട്ടസോൺ ബോർഡ്സ് ഹാവ് ദെയർ ഫേസസ് വിത്ത് 10% ഓഫ് ദി മിഡിൽ റേസ്. ഫുള്ളി കാട്ടസോൺ ആണെങ്കിൽ മിനിമം എത്ര ഉണ്ടാവും, 10% മിഡിൽ റേസ് അതിലുണ്ടാവും. കാട്ടസോൺ ബോർഡ്സ് ആർ മോസ്റ്റ്ലി സൂട്ടബിൾ ഫോർ മൗൾഡിങ് ഇൻ, അതുപോലെ തന്നെ ഡോർ ഫ്രെയിമിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ദേ റീറ്റൻ ദയർ ഷേപ്പ് ബെറ്റർ ദാൻ കട്ട്സ് ആൻഡ് ദർ ഇസ് ലെസ് ഷ്രിങ്കേജ് ഇൻ വിഡ്ത്ത്. ഷ്രിങ്കേജ് ഒന്നും ഉണ്ടാവത്തില്ല എന്ന് അവർ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഒരുപാട് പറയുന്നത് കേട്ടോ. കാട്ടസോൺ ബോർഡ് ഡു നോട്ട് വാർപ്പ് ഓർ ചെക്ക് ടു എനി എക്സ്റ്റെൻറ്റ് വൈൽ സീസൺ ചെയ്യുമ്പോൾ അതിനെന്തില്ല, ഒരു മാറ്റവും സംഭവിക്കത്തില്ല, ചുങ്ങൂല. അതുപോലെ തന്നെ അതിനെന്തില്ല, വാർപ്പ് ഉണ്ടാകത്തില്ല. എൻഡ് ചെക്ക്, സർഫസ് ചെക്ക്, തൂച്ചെക്ക് എന്നുള്ള ഡിഫക്റ്റ് ഒക്കെ പറഞ്ഞില്ലേ, ആ ചെക്ക് ഒന്നും ഉണ്ടാകത്തില്ല. ദി ഗ്രേറ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേറ്റ് ഡിസൈൻ എന്താ പറയുന്നത്, ദി കോസ്റ്റ് ഓഫ് കട്ടിങ് ഈസ് ഹയർ ഓയിങ് ടു ദി ഫാക്ട് ദാറ്റ് ദർ ഇസ് മോർ ഹാൻഡ്ലിങ് ഇൻ ടേണിങ് ടു ന്യൂ പൊസിഷൻ ഫോർ സോയിങ്. നമുക്ക് എന്ത് ചെയ്യണം, ഈ മരം തിരിച്ച് ഇങ്ങനെ ഇടണം, അല്ലേ, ഒരുപാട് തവണ തിരിച്ചിടണം. അപ്പോൾ അതിനെന്ത് ഉപയോഗിക്കും, ഒരുപാട് സമയം വരും, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, പിന്നെ നമുക്ക് കോസ്റ്റും കൂടും കേട്ടോ. മോർ വേസ്റ്റ് ഫോർ ഫുള്ളി കോട്ടസോൺ സ്റ്റഫ്, മാത്രമല്ല അതിന് വേസ്റ്റും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കൺവേർഷൻ ഓഫ് ടിമ്പറിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച് ഒന്നുകൂടി നോക്കി വെക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു, ഫസ്റ്റ് നമ്മൾ ലൈവ് സോയിങ് ഓർ പാരലൽ സോയിങ്, സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക, തക്കാളി പെട്ടി ഉണ്ടാക്കാൻ, അങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുക. 45 ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോത്ത് റിങ് അതിനെ കാണുക. പിന്നെ അത് വാർപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം എന്താ നമ്മൾ പറഞ്ഞു, വേറെ ഒരു പോയിന്റും കൂടി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഓക്കെ, ഇത് തന്നെ. അതായത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മരത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ ആണോ, മരത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വാർപ്പ് ചെയ്യാൻ, അതായത് വാർപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, ഒരു ഡിഫക്റ്റ് ആണ് കേട്ടോ അത്. ഇനി രണ്ടാമത്തെ മെത്തേഡിന് 3 പേരുണ്ട്. ബാക്ക് സോയിങ് ഉണ്ട്, ടാൻജൻഷ്യൽ ഫ്ലാറ്റ്, സ്ലാഷ് കട്ടിങ്. അതിൽ നമ്മൾ എന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ടാൻജൻഷ്യൽ ടു ദി ഗ്രോത്ത് റിങ്, ഇതാണ് കീവേഡ്. ടാൻജൻഷ്യൽ ടു ദി ഗ്രോത്ത് റിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. മാത്രമല്ല എന്ത് ചെയ്യണം, മരത്തിന് നടക്കുന്ന നിലക്കും തിരിച്ചിടണം. പിന്നെ അവിടെ വേസ്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, യൂഷ്വലി സീസൺ മോർ റാപ്പിഡ്ലി ദാൻ അതർ കട്ട്. ബാക്കി എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും, ഈ ബാക്ക് സോൺ ചെയ്ത പലകൾ പെട്ടെന്ന് സീസൺ ആയി കിട്ടും. പിന്നെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, റെഡ് സെഡാർ, പൈന്, കാരണം അതിന് ഡിസ്റ്റിങ്ക്റ്റ് ഗ്രോത്ത് റിങ് ഉണ്ടാവും. ഇനി പിന്നെ വാർപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സീലിംഗ് ജോയിൻറ്റിനും ബിയേഴ്സിനും ഹാമറിനൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ് 3 പേരുണ്ടാകും. 3 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് വൺ ആണ് കാട്ടർ സോയിങ് അല്ലെങ്കിൽ റേഡിയൽ സോയിങ്. നമ്മൾ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, പിന്നെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇത് വാർപ്പ് ഒരു സംഭവം ഉണ്ടാകത്തില്ല, മെല്ലെയാണ് സീസൺ ചെയ്തെടുക്കുക. പിന്നെ അത്രയാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങൾക്ക് നോക്കാം. അടുത്ത PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റുകൾ വരുന്നത് ഇവിടെ നിന്നാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അപ്പോൾ ടാൻജൻഷ്യൽ സോയിങ്ങിൽ വെരി ചീപ്പാണല്ലേ, മരത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പരിപാടി കഴിയും. വിത്തൗട്ട് മച്ച് റൊട്ടേഷൻ ബൈ എ ചേഞ്ച് ഓഫ് പൊസിഷൻ ദി ലോഗ് ക്യാൻ ബി സോൺ ഈസിലി. അപ്പോൾ വിത്തൗട്ട് മച്ച് റൊട്ടേഷൻ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഡസ് നോട്ട് റിക്വയർ എനി സ്കിൽ, ആർക്കും അതിൻ്റെ മെഡുലറി എങ്ങനെ പോകണമെന്നോ ഗ്രോത്ത് റിങ് എങ്ങനെ പോകണമെന്നോ അത് ടാൻജൻഷ്യലാണെന്ന് ഉറപ്പ് വരുത്തേ, അങ്ങനത്തെ ഒരു പരിപാടി ആവശ്യമില്ല, ഒരു സ്കില്ലും അതിൻ്റെ ആവശ്യമില്ല. മെത്തേഡ് സോയിങ് വെരി ക്വിക്കില്ലേ, പരിപാടി പെട്ടെന്ന് കഴിയും. ഇനി ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇൻ ദിസ് മെത്തേഡ് പ്ലാങ്ക് വിൽ ബിക്കം വീക്ക് ആൻഡ് ലെസ് ഡ്യൂറബിൾ. ലെസ് ഡ്യൂറബിൾ ആണ്. ഇൻ ദിസ് മെത്തേഡ് ഡ്യൂറിങ് ദി സീസണിങ് ദി പ്ലാങ്ക് വിൽ ഷ്രിങ്ക് ആൻഡ് വാർപ്പ് വിൽ ബി മോർ. പെട്ടെന്ന് ചുങ്ങും. അതുപോലെ തന്നെ വാർപ്പ് പറഞ്ഞ ആ പരിപാടി, ആ വാർപ്പേജ് നിങ്ങൾക്ക് അറിയില്ലേ, മലയാളം എനിക്ക് കിട്ടുന്നില്ല, ആ ഒരു ഡിഫക്റ്റും ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ ചുരുങ്ങുക, അങ്ങനത്തെ വിണ്ട് കീറുക എന്നൊക്കെയുള്ള ആ പരിപാടിയാണ് ഈ 2 വാക്കിന് പറയാം കേട്ടോ.
ഇൻ ദിസ് മെത്തേഡ് ദി പ്ലാങ്ക്സ് ആർ നോട്ട് പോസിബിൾ ടു പോളിഷ് ഓർ പെയിൻറ്റ് പ്രോപ്പർലി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഏതിലാണ് നമുക്ക് വല്ലാണ്ട് പെയിൻ്റ് ഒന്നും ചെയ്യാൻ കഴിയാത്തത്? ടാൻജൻഷ്യൽ സോയിങ്. അതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനത്തെ ബോക്സ്, തക്കാളി ബോക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ബോക്സിനൊക്കെ ചെറിയ കേസിങ്ങിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഡ്യൂ ടു നോൺ യൂണിഫോമിറ്റി ഓഫ് ടിമ്പർ ദി പ്ലാങ്ക്സ് ആർ ഈസിലി സബ്ജക്റ്റ് ടു റോട്ട്. ഈ ഒരു റോട്ട് പറഞ്ഞ ആ ഡിഫക്റ്റിനും കാരണമാകും. കാരണം എന്തുകൊണ്ടാണ്? അത് യൂണിഫോമിറ്റി ഒന്നുമില്ല വുഡിന്. ഇനി റേഡിയൽ സോയിങ്. അപ്പോൾ ടാൻജൻഷ്യൽ സോയിങ് നമ്മൾ കണ്ടു. ലാസ്റ്റ് വൺ നമ്മൾ കണ്ട റേഡിയൽ സോയിങ് ആണ്. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. നമുക്ക് നോക്കി വെക്കാം. വാർക്ക് പേജ് ഉണ്ടാവില്ല, ഷ്രിങ്കേജും ഉണ്ടാകത്തില്ല. ദി പ്ലാങ്ക്സ് ആർ സ്ട്രോങ്ങർ ആൻഡ് മോർ ഡ്യൂറബിൾ. ഇനി നോക്കിക്കോ, പ്ലാങ്ക്സ് ആർ സോൺ പാരലൽ ടു ദി മെഡുലറി റേസ്. ഈ കീവേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം പഠിച്ചതിൻ്റെ ഒരു റിവിഷൻ തന്നെയാണ് കേട്ടോ ഇത്. ദെയർഫോർ ക്രാക്കിംഗ് ഓഫ് ദി പ്ലാങ്ക്സ് ആർ വെരി ലെസ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ദി വുഡ് ഈസ് യൂണിഫോം സ്ട്രെങ്ത്. ഇൻ ദിസ് മെത്തേഡ് ദി നമ്പർ ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് പ്ലാങ്ക്സ് ആർ മോർ. ഓക്കെ ആണോ? എന്തൊക്കെ ദോഷം എന്തേ ഉള്ളൂ? എന്ത് ചെയ്യണം? നമുക്ക് ഒരുപാട് പണി വരും. ഇടക്കും തലക്കും റൊട്ടേറ്റ് ചെയ്യണം, ഒരുപാട് സമയം എടുക്കും, കോസ്റ്റ് കൂടുതലാണ്. സ്കിൽഡ് പേഴ്സൺ അല്ലേ, മില്ലിൽ എന്ത് ചെയ്യണം? നല്ല സ്കില്ലായിട്ടുള്ള പേഴ്സൺ വേണം. അപ്പോൾ കൺവേർഷൻ ഓഫ് ടിമ്പർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൗണ്ടിന് ചെറിയൊരു വിഷയമുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് അടിക്കുക, ഞാൻ ഒന്നുകൂടി എടുത്തു തരാം. ഏറ്റവും കൂടുതൽ തിരിച്ചിടുക, മറിച്ചിടുക, അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. വീഡിയോ അവൈലബിൾ ആണ്. നമ്മൾ സാധാ മരമില്ലിൽ ചെയ്യുന്നത് തന്നെ. നമ്മൾ ബാൻഡ്സോ മെഷീൻ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ മരം മുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പലകകളാക്കി സ്ക്വയർ അടിച്ചാക്കി മാറ്റുന്നതാണ്. പിന്നെ പാരലൽ സോയിങ് ഉണ്ട്. മറ്റേതിൻ്റെ 3 പേരുണ്ട്. പിന്നെ റേഡിയൽ സോയിങ് അല്ലെങ്കിൽ ക്വാർട്ടർ സോയിങ്, അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ, ദോഷങ്ങൾ. പിന്നെ സീസൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് സീസൺ ആവുന്നത്, സീസൺ ചെയ്താലും വാർക്ക് പേജും ഷ്രിങ്കേജും ഒന്നും വരാത്തത്, അതൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ തന്നെ 2-3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത് സിമ്പിൾ ഫർണിച്ചർ മേക്കിങ്ങിൽ വരുന്ന ഈ ഒരു ഒരുപാട് പഠിക്കാണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത കാര്യം മാത്രം പഠിക്കുക. അല്ലേ, എന്താണ് കോട്ട്? കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് മാട്രസ് ആണ്. ഇനി ബെഡ് സൈഡ് ടേബിൾ എന്തിനാണ് ഉപയോഗിക്കുക? കീപ്പിംഗ് കോസ്റ്റ്യൂംസ്, അലാം കോക്ക്, അതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ബെഡ് സൈഡ് അല്ലേ, ബെഡിൻ്റെ സൈഡിൽ വെക്കുന്ന ടേബിൾ. ഡ്രസ്സിംഗ് ടേബിൾ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഡ്രസ്സിംഗ് ടേബിൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഡ്രസ്സിംഗ് സ്റ്റൂൾ ഈസ് ടു സിറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡൈനിങ് ഹാൾ ഫർണിച്ചറിൽ എന്താ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെദർ ദ ടേബിൾ ഈസ് ടു ബി റെക്റ്റാങ്കുലർ ആകാം, റൗണ്ട് ആകാം, അത് ഏത് ഷേപ്പ് ആവാം. എന്താണ് നമുക്ക് ഫാക്ടേഴ്സ് എന്താ ഡിപ്പെൻഡ് ആവുക? പേഴ്സണൽ ടേസ്റ്റും സ്പേസ് അവൈലബിളും. ഡൈനിങ് ഹാളിൽ ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിയ റൗണ്ടിലുള്ളതൊക്കെ ആക്കാം. പിന്നെ പേഴ്സണൽ ചോയ്സും ടേസ്റ്റും അതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ചെയറും കബോർഡും എന്താണ്, ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഓർഡർ ടു മേക്ക് ദി ഡൈനിങ് ഹാൾ ഹാർമോണിയസ്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ലൈബ്രറിയിൽ നമ്മൾ ഇന്നലെ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തില്ലേ. ലൈബ്രറി മസ്റ്റ് ബി ക്ലാസിക് ആൻഡ് മോഡേൺ വിത്ത് റിഗാർഡ്സ് ഓഫ് കളർ, കാർപ്പറ്റിംഗ്, ഫർണിച്ചർ, അതെല്ലാം അതിൽ ലൈബ്രറിയിൽ വേണം. പിന്നെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കണ്ടോ? ലൈബ്രറി അൽമിറ, ബുക്ക് ഷെൽഫ്, ടേബിൾ വിത്ത് ലാമിനേറ്റഡ് ടോപ്പ്, കുഷ്യൻഡ് ടയർ. എന്താണ് ഇൻഡെക്സ് ക്യാബിനറ്റ്? ഇൻഡെക്സ് ക്യാബിനറ്റ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്യാത്തത് എനിക്ക് ഏതൊരു ചിത്രത്തിലുണ്ടാവുന്ന കരുതിയില്ല കേട്ടോ. പക്ഷേ ചിത്രത്തിൽ കൊടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല, ചിത്രം കൊടുത്തിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്താണ്. ഞങ്ങൾക്ക് ചിത്രം കാണിച്ചു തരാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇൻഡെക്സ് ക്യാബിനറ്റ് എന്താണെന്ന് പറയാൻ തരുന്നത്. ചിത്രം കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ അന്ന് നോക്കിയതാണ്. അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഇറ്റ് മസ്റ്റ് ബി ദി കംപ്ലീഷൻ ടു യൂസ് എ സ്റ്റഡി ഓൺ. ഇതൊന്നും പഠിക്കണ്ട. ലൈബ്രറി അൽമിറ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ബുക്ക്. ലൈബ്രറിയിൽ അൽമിറ എന്തിനാ ഉപയോഗിക്കുക? ബുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദി ഡോർസ് ആർ സ്ലൈഡിങ് ടൈപ്പ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. ലൈബ്രറി അൽമറയുടെ ഡോർ എന്തായിരിക്കും? സ്ലൈഡിങ് ആയിരിക്കും, അങ്ങോട്ടും നീക്കുന്ന ടൈപ്പ് ആയിരിക്കും. ഇൻഡെക്സ് ക്യാബിനറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് കാർഡ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പിംഗ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഓൾ ബുക്സ് ഇൻ ലൈബ്രറി ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. അല്ലേ, നമ്മൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അക്ഷരമാലാക്രമത്തിൽ ബുക്കുകളെ ഓർഡർ ചെയ്ത് അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ ഉപയോഗിക്കുന്ന കാര്യമാണിത്, ഇൻഡെക്സ് കാർഡ് ക്യാബിനറ്റ്. ഞാൻ ചിത്രം ഉണ്ട് നോക്കി, പക്ഷേ ചിത്രം നമുക്ക് കൊടുത്തിട്ടില്ല. ലിവിങ് റൂം ഫർണിച്ചർ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങളതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഇൻഡെക്സ് കാർഡ് ക്യാബിനറ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, PSC തന്നെ മടുത്തിട്ടുണ്ട്. ഇനി റോക്കിംഗ് ചെയർ എന്തിനു വേണ്ടിയിട്ടാണ്? റോക്കിംഗ് ചെയർ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്തിനായിരിക്കും? റിലാക്സ് ഫോർ ദി ഏജ്ഡ് പീപ്പിൾ ആട്ടോ. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഓഫീസ് ടേബിൾ
This is an executive type table with both side number of drawers and coupled on the right side to keep the file and record. ആ സൈഡ് ഏത് സൈഡിലാണ് റൈറ്റ് സൈഡിലാണോ എന്ത് ചെയ്യുക, അത് മാത്രമൊന്നും ഇമ്പോർട്ടൻ്റ് കേട്ടോ, ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇനി എന്താ ഡിസ്പ്ലേ ബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്പ്ലേ ബോർഡ് നമ്മൾ എവിടെ ഉപയോഗിക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് എവിടെ ഉപയോഗിക്കുക, നമ്മൾ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഉപയോഗിക്കുക? ഇൻസെർട്ടഡ് ടേബിൾ ആൻഡ് ചെയർസ്, സ്റ്റുഡൻറ്റ് ടേബിൾ ആൻഡ് ചെയർ, ഡെസ്ക് ഓർ ബെഞ്ച്, ഗ്ലാസ് ബോർഡ്, മാപ്പ് സ്റ്റാൻഡ്. അതിൽ ബാക്കിയൊക്കെ നമുക്കറിയാം. ഇതിൽ ഡിസ്പ്ലേ ബോർഡ് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദി മോഡൽസ് പ്രൊജക്റ്റ് വർക്ക്സ് ഡൺ ബൈ ദി ട്രെയിനീസ്. നമ്മളെ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസ്പ്ലേ ബോർഡ്. നമ്മൾ നോക്കുന്നത് MDF ബോർഡാണ് കേട്ടോ. MDF അങ്ങനത്തെ കുറച്ച് ബോർഡുകളാണ്. അതിൽ ഒന്നാമത്തെ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്, 82% നമ്മൾ എന്ത് ചെയ്യും, വുഡിൻ്റെ ഫൈബർ ഉപയോഗിക്കും, 9% യൂറിയ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കും, 8% വാട്ടർ ഉപയോഗിക്കും, 1% പാരഫിൻ വാക്സ് ഉപയോഗിക്കും. ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മുതൽ മീറ്റർ ക്യൂബ് ആട്ടോ, മീറ്റർ ഒന്നല്ല, ആൻഡ് 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ് വരെയാണ്. ആ ഡെൻസിറ്റി ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം എത്ര വരെ പറ്റുള്ളൂ, 1000 കിലോഗ്രാം വരെ പറ്റുള്ളൂ. എ തിക്ക് MDF പാനൽ അറ്റ് എ ഡെൻസിറ്റി ഓഫ് 700 to 720 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നല്ല കട്ടിയുള്ളത് MDF ആണെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 700 to 720, അതായത് ഈ 500 1000 ഇടയിൽ വരും. നല്ല കട്ടിയുള്ളതാണെങ്കിൽ 720 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് വരിക. ഇനി എത്ര ടൈപ്പ് ഉണ്ട് ചോദിച്ചാൽ 3 ടൈപ്പ് ഉണ്ട്. എങ്ങനെയാണ് അവർ ക്ലാസിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ലേബിൾഡ് ബൈ കളറാണ്. സം ടൈപ്സ് എന്നല്ല, കോമൺ ആയിട്ട് അങ്ങനെ തന്നെ കേട്ടോ. അൾട്രാ ലൈറ്റ് MDF പ്ലേറ്റ് ഉണ്ട് ഒന്നാമത്തെ. രണ്ടാമത്തെ മോയ്സ്ചർ റെസിസ്റ്റൻ്റ് MDF ഉണ്ട്. മോയ്സ്ചർ റെസിസ്റ്റൻ്റ് MDF ആണെങ്കിൽ അത് ഗ്രീൻ ആയിരിക്കും. ഇനി ഫയർ റിട്ടാർഡൻ്റ് MDF ആണെങ്കിൽ ടിപ്പിക്കലി റെഡ് ഓർ ബ്ലൂ, രണ്ടും ഉണ്ട് കേട്ടോ. റെഡ് ഓർ ബ്ലൂ എന്നുണ്ട്, റെഡ് ഓർ ബ്ലൂ എന്നുണ്ട്. അപ്പോൾ അൾട്രാ ലൈറ്റ് അത് മാത്രമല്ല, മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ടിപ്പിക്കലി ഗ്രീൻ ആയിരിക്കും. ഫയർ റിട്ടാർഡൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും, റെഡോ അല്ലെങ്കിൽ നീല കളറായിരിക്കും. ഇനി ഈ ഡെൻസിറ്റി ഉണ്ടല്ലേ, ഈ ഡെൻസിറ്റി എന്തായിരിക്കും, 500-ൻ്റെ 1000-ൻ്റെ ഇടയിലായിരിക്കും കേട്ടോ. 500-ൻ്റെ 1000-ൻ്റെ ഇടയിലായിരിക്കും. പക്ഷേ പാർട്ടിക്കിൾ ബോർഡിന് എത്ര ആയിരിക്കും ഡെൻസിറ്റി 500-ൻ്റെ അടിയിലായിരിക്കും. മനസ്സിലായോ? ഫൈബർ ബോർഡിന് എത്ര ആയിരിക്കും, ഫൈബർ ബോർഡിന് നല്ലോണം കൂടുതലായിരിക്കും. ഈ 3 കാര്യം. അപ്പോൾ MDF ഏതിൻ്റെ ഇടയിലാണ് വരിക, MDF വരിക നമ്മുടെ പാർട്ടിക്കിൾ ബോർഡിൻ്റെയും ഫൈബർ ബോർഡിൻ്റെയും ഇടയിലാണ് MDFൻ്റെ ഡെൻസിറ്റി വരിക. ഞാൻ 2-ാം തീയതി അത് നമ്മുടെ ഡെഡ് ലൈൻ വെച്ചത് വീഡിയോൻ്റെ. അപ്പോൾ അതാണ് ചുമയുണ്ട് എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ 2 സ്പീഡിൽ കാണുക. ഇനി വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് അടിക്കുക, നമുക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടി ക്ലാസ് എടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് കമ്പാരിസൺ വിത്ത് നാച്ചുറൽ വുഡ്. എന്താണ് MDF നമ്മളെ സാധാ പലകയും തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കാം. MDF ഡസ് നോട്ട് കണ്ടെയ്ൻ എനി നോട്ട് ഓർ റിങ്. അതിൽ നോട്ടും റിങ്സും ഒന്നും ഉണ്ടാകത്തില്ല. MDF ഈസ് നോട്ട് എൻറ്റയർലി സ്ട്രോപ്പിക്, അത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കി നോക്കാം. ടിപ്പിക്കൽ MDF ഹാസ് എ ഹാർഡ് ഫ്ലാറ്റ് സ്മൂത്ത് സർഫസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, MDF ബോർഡ് കണ്ടിട്ടുണ്ടാവില്ലേ, എന്തായിരിക്കും, ഹാർഡായിരിക്കും, പിന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും. ഓക്കെ ആണോ? മേക്ക് ഇറ്റ് ഐഡിയൽ ഫോർ വെനിയറിങ്. അപ്പോൾ ഈ 3 പോയിന്റ് പഠിക്കണം. ആൻഡ് ദർ ഇസ് നോ അണ്ടർലൈങ് ഗ്രെയിൻ ഓർ ടെലിഗ്രാഫ് ത്രൂ ദി തിൻ വെനിയർ as with the plywood. Also called premium MDF is available that features more uniform density throughout the thickness of the panel. നമ്മളെ പ്രീമിയം ആണെങ്കിൽ എന്ത് ചെയ്യും, പക്ക ലെങ്ത്തിൽ എന്തായിരിക്കും, ഒരേ ഡെൻസിറ്റി ആയിരിക്കും. ഇനി MDF മേ ബി ഗ്ലൂഡ്, ഓക്കെ ആണോ, ഡൗൾഡ് ഓർ ലാമിനേറ്റഡ്. ടിപ്പിക്കൽ ഫാസ്റ്റനേഴ്സ് ഏതൊക്കെ ഉപയോഗിക്കാം, ടീനെട്ട് നമുക്ക് ഉപയോഗിക്കാം, പാൻ ഹെഡ് മെഷീൻ സ്ക്രൂസ് ഉപയോഗിക്കാം, സ്മൂത്ത് ഷാങ്ക് നൈൽസ് ഉപയോഗിക്കാം. സ്മൂത്ത് ഷാങ്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല. 2 ഉള്ളൂ, കാരണം ഇവിടെ ആൻഡ് ഉണ്ട് കേട്ടോ. ടീനെട്ടും പാൻ ഹെഡ് മെഷീൻ സ്ക്രൂ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, MDFൻ്റെ ഇടാൻ പറ്റുള്ളൂ. സ്മൂത്ത് ഷാങ്ക് നെയിൽസ് ഡു നോട്ട് ഹോൾഡ് വെൽ എന്നാണ് കേട്ടോ. ആൻഡ് നെയ്തർ ഡു ഫൈൻ പിച്ച് സ്ക്രൂ. ഈ 2 ആൾക്കാരോ, ഈ സ്മൂത്ത് ഷാങ്ക് നെയിലും ഫൈൻ പിച്ച് സ്ക്രൂ മാറിപ്പോയതാണ് കേട്ടോ. നിങ്ങൾ സോറി, അതായത് ടീനെട്ടും പാൻ ഹെഡ് മെഷീൻ സ്ക്രൂ മാത്രമാണ് MDFൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുക. എന്തുകൊണ്ട് സ്മൂത്ത് ഷാങ്ക് നെയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തില്ല, ഡസ് നോട്ട് ഹോൾഡ് വെൽ എന്നാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കി നോക്കാം. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. MDF must split when wood screws are installed without pilot hole. അപ്പോൾ നമുക്ക് നേരിട്ട് MDF പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ആണി അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ MDF എന്താവും, സ്പ്ലിറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡ്രില്ലിൽ ചെറിയ ബിറ്റ് വെച്ചിട്ട് ചെറിയൊരു പൈലറ്റ് ഹോൾ വെക്കണം. ഇത് വർക്കിങ്ങിൻ്റെ കേസിലാണ്, പ്രാക്ടിക്കലിൻ്റെ കേസിലാണ് ഇമ്പോർട്ടൻറ്റ്. എന്നാലും നമുക്ക് ജെയുടെ കേസിലും ഇമ്പോർട്ടൻറ്റ്. അതായത് ട്രേഡ്സ്മാൻ്റെ എക്സാമിനാണ് ഈ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻറ്റ് വരിക. ജെയുടെ എക്സാമിന് നമുക്ക് ചോദിക്കാം.
ഗുണം എക്സലൻറ്റ് സബ്സ്ട്രേറ്റ് ഫോർ വെനീസ്. ഇനി സബ്സ്റ്റൻസ് അങ്ങനെ വായിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. സം വെറൈറ്റീസ് ആർ ലെസ് എക്സ്പെൻസീവ് ദാൻ മെനി നാച്ചുറൽ വുഡ്സ്. നാച്ചുറൽ വുഡിനെക്കാട്ടിലും ലെസ് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത് കേട്ടോ. ലെസ്സാണ്. MDF എന്തുകൊണ്ട് ആൾക്കാർ പോകുന്നു ചോദിച്ചാൽ ഒരു കാരണം ഇതാണ്. ഐസോട്രോപിക്, അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ത്രൂ ഔട്ട്. അതായത് ഗ്രെയിൻസ് ഇല്ല, അതുകൊണ്ട് സെയിം ത്രൂ ഔട്ട് ആയിരിക്കും. സോ നോ ടെൻഡൻസി ടു സ്പ്ലിറ്റ്. എന്തുകൊണ്ട് MDF സ്പ്ലിറ്റ് ചെയ്യണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐസോട്രോപിക് ആണ്. ഓക്കെ ആണോ? ഇനി കൺസിസ്റ്റൻറ്റ് ഇൻ സ്ട്രെങ്ത് ആൻഡ് സൈസ്, അയാൾ ഫുള്ള് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഷേപ്സ് വെൽസ്, മാത്രമല്ല സ്റ്റേബിൾ ഡയമെൻഷൻ, വോണ്ട് എക്സ്പാൻഡ് ഓഫ് കോൺടാക്ട് ലൈക്ക് വുഡ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണത്. ഇനി ഈസി ടു ഫിനിഷ്. ഇനി എന്താ ദോഷം ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻസർ ദാൻ പ്ലൈവുഡ്, അല്ല പ്ലൈവുഡിനേക്കാട്ടിലും ഡെൻസറാണ് ഇത് നമ്മുടെ MDF ഓർ ചിപ്പ് ബോർഡ്. ഇനി ലോ ഗ്രേഡ് MDF എന്തായിരിക്കും? ഒരു മെസ്വെൽ ആൻഡ് ബ്രേക്ക് വെൻ സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ. വെള്ളത്തിൻ്റെ ഒപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ സ്വെൽ ആൻഡ് ബ്രേക്ക്, വിങ്ങ് വീർത്ത് പൊട്ടുന്നാണ് പറയുന്നത് കേട്ടോ. ഇനി സീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇയാളും എന്ത് ചെയ്യും? വാർപ്പാവും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും. ഇനി ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഒരു ഹ്യൂമൺ കാർസിനോജനായ ഫോർമാൽഡിഹൈഡ് എന്ത് ചെയ്യും? ഇയാൾ റിലീസ് ചെയ്യും. ഇതെന്ത് ചെയ്യും? അലർജിക്കോ കാരണമാവും. MDF ആണ് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റാണ്. ഈ റെഡിൽ മാർക്ക് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ ബ്ലേഡ് എന്ത് ചെയ്യും? നമ്മൾ കട്ട് ചെയ്യുന്ന ബ്ലേഡ് എന്ത് ചെയ്യും? പെട്ടെന്ന് ഡള്ളാവും. അതുകൊണ്ട് തന്നെ ടങ്സ്റ്റൺ കാർബൺ എഡ്ജുള്ള ബ്ലേഡ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഹൈ സ്പീഡ് സ്റ്റീലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പാടില്ല. MDFൻ്റെ കൂടെ എന്താ ഉപയോഗിക്കേണ്ടത്? ടങ്സ്റ്റൺ കാർബൈഡ്. സോറി, നമുക്ക് അടുത്ത് നോക്കാം. ഇനി വേറെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലോ ഹ്യൂമിഡിറ്റി എൻവയോൺമെൻറ്റിൽ, ലോ ഹ്യൂമിഡിറ്റിയുള്ള ഏരിയയിൽ എന്ത് ചെയ്യും? നല്ല ഷ്രിങ്കേജിന് ചാൻസ് ഉണ്ട്. ഇനി ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഇനി അപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാത്തിനും അത്യാവശ്യം ഉപയോഗിക്കാം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണ്. ഇനി എന്താണ് വെനീർഡ് MDF? നമുക്ക് നോക്കി നോക്കാം. വെനീർഡ് MDF പ്രൊവൈഡ് മെനി അഡ്വാൻറ്റേജ് ഓഫ് MDF വിത്ത് എ ഡെക്കറേറ്റീവ് വുഡ് വെനീസ്. അതായത് ഇപ്പോൾ ഈ MDF ആണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഒരേ കളറായിരിക്കും, അല്ലെ? നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല, കാഴ്ചക്ക് ഒരു ഭംഗിയില്ല. പക്ഷേ വെനീറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഡെക്കറേറ്റീവ് അപ്പിയറൻസ് ഉള്ള ഒരു MDF നമുക്ക് കിട്ടും. ഇനി മോഡേൺ കൺസ്ട്രക്ഷൻ സ്പേർഡ് ബൈ ഹൈ കോസ്റ്റ് ഓഫ് ഹാർഡ് വുഡ് മാനുഫാക്ചേഴ്സ് ഹാവ് ബീൻ അഡോപ്റ്റിംഗ് ദിസ് അപ്രോച്ച് ടു അച്ചീവ് എ ഹൈ ക്വാളിറ്റി ഫിനിഷിംഗ് വാർപ്പ് കവറിംഗ് ഓവർ സ്റ്റാൻഡേർഡ് MDFൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു മരത്തിൻ്റെ ഡിസൈനിലൊരു ഷീറ്റ് വെക്കണതാണ് എന്ത്? വെനീർഡ് MDF. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതാട്ടെ കൂടുതൽ കാണാറുള്ളത്. വൺ കോമൺ ടൈപ്പ് ഈസ് ഓക്ക് വെനീർ, അല്ലേ? ഓക്ക് മരത്തിൻ്റെ വെനീർ പിടിപ്പിച്ചിട്ടുള്ള MDF ബോർഡ് ആണ് ഇപ്പോൾ സാധാരണ കോമൺ എന്ന് അവർ പറയുന്നത്. നമുക്ക് നോക്കാം. മേക്കിംഗ് വെനീർഡ് MDF ഈസ് എ കോംപ്ലക്സ് പ്രൊസീജിയർ. എങ്ങനെയാണ് ഉണ്ടാവുക വെനീർഡ് MDF എങ്ങനെ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതായത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രീംലി തിൻ സ്ലൈസ് ഓഫ് ഹാർഡ് വുഡ് ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ ഓക്കിൻ്റെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കിൻ്റെ ചെറിയൊരു വെനീർ ബോർഡ് ഉണ്ടാക്കി വെക്കണം. നല്ല എത്രയാണ് തിക്നെസ് ഉണ്ടോ? 1 മില്ലിമീറ്റർ ഉണ്ടെങ്കിൽ 1 മില്ലിമീറ്റർ ആണ് കനം. ആൻഡ് ദെൻ ത്രൂ ഹൈ പ്രഷർ ആൻഡ് സ്ട്രെച്ച് മെത്തേഡ് വാർപ്പിംഗ് അറൗണ്ട് പ്രൊഫൈൽഡ് MDF. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? MDFൻ്റെ ബോർഡിൽ എന്ത് ചെയ്യണം? ഒട്ടിക്കണം, അല്ലേ? 1 മുതൽ 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ വരെ ആട്ടോ അതിൻ്റെ തിക്നെസ്. This only possible with a very simple profile because otherwise when the thin wood layer has been dried out it will break at the point of bend and angles. ചെറിയ പ്രൊഫൈലിലേക്ക് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ വെനീർഡ് MDF നടക്കുള്ളൂ. വല്ലാണ്ട് ഷേപ്പൊക്കെ ഉള്ള ഡൈനിങ് ടേബിളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ബെൻഡ് വരുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും? ഇവർ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. ഈ വെനീർ ബോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് MDF ആണ്. MDF 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അൾട്രാ ലൈറ്റ്, ഒന്ന് മോയ്സ്ചർ റെസിസ്റ്റൻ്റ്, കളർ എന്താ വരിക? ഗ്രീനാണ് വരിക. രണ്ടാമത് ഫയർ റിട്ടാർഡൻറ്റ് എന്താ വരിക? റെഡ് ബ്ലൂ ആണ് വരിക. ഡെൻസിറ്റി എന്താ? ഏറ്റവും തിക്നെസ് ഉള്ളത് കൂടി 700 720. തിക്നെസ് ഡെൻസിറ്റി എത്ര വരിക? 500 kg/m³ മുതൽ 1000 kg/m³ വരെയാണ് മാക്സിമം വരിക. പിന്നെ അഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചു. ഡിസഡ്വാൻറ്റേജിൽ കുറച്ച് പോയിന്റ് PSC ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂറിയ ഫോർമാൽഡിഹൈഡിൻ്റെ കേസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വെനീർഡ് MDF എന്ന് പറഞ്ഞാൽ നമ്മൾ MDFൻ്റെ മുകളിൽ ഒരു 1 മുതൽ 2 മില്ലിമീറ്റർ ആണോ? മില്ലിമീറ്റർ തിക്നെസ് എന്ത് ചെയ്യും? ഒരു പീസ് വെച്ചിട്ട് ചെയ്തെടുക്കണതാണ് കേട്ടോ. അത് നമുക്ക് വലിയ കോംപ്ലക്സ് പ്രൊഫൈൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത് ബെൻഡാവാനും പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി എന്താണ് പാർട്ടിക്കിൾ ബോർഡ്, അല്ലെങ്കിൽ രണ്ടാമത്തെ പേരെന്താ? ചിപ്പ് ബോർഡ്. ആ ചിപ്പ് ബോർഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് കിട്ടും. പക്ഷേ പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തില്ല, പെട്ടെന്ന് കിട്ടത്തില്ല. നമുക്ക് വായിച്ചു നോക്കാം.
ഇതെങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, മരത്തിനെ പ്ലെയിൻ ചെയ്യൂലേ, പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പൊടികൾ കിട്ടും. അതായത് നമ്മൾ എന്ത് ചെയ്യുക, മരത്തിനെ മിനുസാക്കൂലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് മരത്തിന് പൊടി കിട്ടൂലേ. ബിഗിൻ വിത്ത് പ്ലെയിനർ ഷേവിങ് വുഡ് ചിപ്സ് ആൻഡ് ലോഗ്സ്. ഈ നമ്മൾ ഈ പൊടി, മരത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, ഈ പൊടി നമ്മൾ എന്ത് ചെയ്യും, അരിപ്പ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് സൈസിൽ അരിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് അരിച്ചെടുത്ത പൊടി, മരത്തിൻ്റെ പൊടി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പൊടീനെ നമ്മൾ എന്ത് ചെയ്യും, സീസൺ ചെയ്യും. റിമൂവ് എക്സസ് മോയ്സ്ചർ, 3-ാം സ്റ്റെപ്പ് അതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ റെസിൻസും ബൈൻഡേഴ്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മാറ്റാക്കിയിട്ട് മാറ്റും. മിക്സ് ചെയ്തിട്ട് നമ്മൾ ബെൽറ്റിൻ്റെ ഉള്ളിൽ കൂടി പ്രസ് ചെയ്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റാക്കി മാറ്റും. പാർട്ടിക്കിൾ മാറ്റ് ആർ ക്യൂഡ് വിത്ത് ഹീറ്റ് ആൻഡ് പ്രഷർ, ദെൻ ട്രിംഡ് ആൻഡ് സാൻഡഡ് ടു പാനൽ സൈസ് വിച്ച് ഈസ് കോമൺലി 1220 മില്ലിമീറ്റർ ടു 2400 മില്ലിമീറ്റർ. എന്നിട്ട് ഇങ്ങനെ ഈ മാറ്റുകൾ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും, നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, പാനൽ സൈസാക്കി മാറ്റും. ചെറിയ മാറ്റായിരിക്കും, അവരെല്ലാവരും കൂടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതായത് കുറേ ബെനീസ് വെച്ച് നമ്മൾ ചെയ്യൂലേ, അതേപോലെ അവരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഈ കനത്തിൽ റെഡിയാക്കി എടുക്കും. തിക്നെസ് റേഞ്ചസ് ഫ്രം 6 മില്ലിമീറ്റർ മുതൽ 25 മില്ലിമീറ്റർ, 6 മില്ലിമീറ്റർ മുതൽ 25 മില്ലിമീറ്റർ. ആ കനത്തിലുള്ള പാർട്ടിക്കിൾ ബോർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ടിക്കിൾ ബോർഡ് എവിടെ നിന്ന് ഉണ്ടാക്കുക, പാർട്ടിക്കിൾ മാറ്റിൻ്റെ എവിടെ നിന്ന് ഉണ്ടാക്കുക, മരത്തിൻ്റെ പൊടി ഏതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക, ഈ നമ്മുടെ ബൈൻഡറും റെസിനും ബൈൻഡറുമാണ്, അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പാർട്ടിക്കിൾ ബോർഡ് ഉണ്ടാക്കുക. ഇനി അതിൻ്റെ ഉപയോഗം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ആസ് എ കോർ സ്റ്റോക്ക് ഫോർ വുഡ് വെനീർ ആൻഡ് പ്ലാസ്റ്റിക് ലാമിനേറ്റ്സ്. ഈ പ്ലാസ്റ്റിക് ലാമിനേഷനും കോർ വെനീറിനൊക്കെ ഉള്ള സ്റ്റോക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ആസ് എ സ്ലൈഡിങ് ഫ്ലോർ അണ്ടർലൈൻമെൻറ്റ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് FRP ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതിൻ്റെ പേര് ഫയർ പ്രൂഫ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ ഫോം മാത്രം പഠിച്ചു വെച്ചാൽ മതി, വെക്കുക. ഇനി അതായത് ഇവരെന്ത് ചെയ്യില്ല, ഫുള്ള് കത്താതെ ഇരിക്കുന്നില്ല, ഫയറിനൊന്ന് പ്രിവെൻറ്റ് ചെയ്യുമെന്നൊക്കെ ഇവർ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചു നോക്കട്ടെ. ഞാൻ എന്ത് ചെയ്യുക, ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഒരു മാർക്ക് മാക്സിമം എക്സ്പെക്റ്റ് ചെയ്താൽ മതി അതിൽ നിന്ന്. ഇനി ടൈപ്പ് ഓഫ് ഫോം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നമ്മൾ ക്ലാസ് എടുത്തു തന്നെയാണ് ടൈപ്പ് ഓഫ് ആൻഡ് യൂസസ് ഓഫ് ഹിഞ്ച്. അതിൽ ഹിഞ്ചിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ്, സ്റ്റീൽ, ബ്രാസ്, കോപ്പർ. ഇനി എന്താണ് ബട്ട് ഹിഞ്ച്? നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ബിജാഗിരിയില്ല, അതിനെന്ത് ചെയ്യും, 2 ലീഫ് ഉണ്ടാവും, ഇതൊരു ലീഫ്, ഇവ രണ്ടും കൂടി നടുക്കൂടെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഇയാളെ കൊണ്ട് ഇൻസേർട്ട് ചെയ്യും. നമുക്ക് നോക്കി നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഹൗസ് കാൾഡ് ലീവ്. ഇതിന് ലീവ് എന്ന് വിളിക്കുക, ഇതിന് ലീവ് എന്ന് വിളിക്കുക. പക്ഷെ അടുത്ത പേര് കൂടി പഠിച്ചു വെക്കണം. എന്താ വിളിക്കുക, ഫ്ലാപ്പ് എന്ന് വിളിക്കുക. എന്താണ് ഫ്ലാപ്പ് എന്ന് വിളിക്കുക കേട്ടോ, ഫ്ലാപ്പ് എന്ന് വിളിക്കുക. ഇവ രണ്ടും കൂടി എന്ത് ചെയ്യും, ഒരു പിൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. ദി ലീവ്സ് ആർ യൂഷ്വലി സെറ്റ് ഇൻ ടു റീസസ് ഇൻ ദി ഡോർ ആൻഡ് പോസ്റ്റ്. ഈ നമ്മൾ ലീവ് എന്ത് ചെയ്യും, ഈ ഡോറിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കും. കാരണം ഇത് വന്നിട്ട് അമർന്നിരിക്കണ്ടേ. അതുപോലെ കട്ടിലയുടെ മുകളിൽ, ഫ്രെയിമിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗം വെക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു റീസസ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ആ റീസർ നിങ്ങൾ വീട്ടിലെ ഒരു ഡോർ എന്ത് ചെയ്യുക, ഇനി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഡോറിൻ്റെ അവിടെ നിന്ന് കുറച്ച് ചെറിയൊരു ഭാഗം ഒഴിവാക്കിയിട്ട് അവിടെയാണ് എന്ത് ചെയ്യുക, ഇത് വെക്കുക. ഇനി റൈസിങ് ബട്ട് ഹിഞ്ച് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ അടിപൊളിയായിട്ട് പറഞ്ഞാണ്, കാർപ്പറ്റിൻ്റെ ഒക്കെ അവിടെ ഉപയോഗിക്കുക. 10 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ പൊങ്ങി നിൽക്കും. ഈ ഒരു അറേഞ്ച്മെൻറ്റാണ് സഹായിക്കുന്നത്, നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്താണ് സ്ട്രാപ്പ് ഹിഞ്ച് കേട്ടോ. സ്ട്രാപ്പ് ഹിഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാരൻറ്റി ഓഫ് സ്ട്രാപ്പ് ഹിഞ്ച് ഈസ് ആൾസോ യൂസ്ഡ്. അത് ഗ്യാരൻറ്റിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ആൾസോ യൂസ്ഡ് ഫോർ ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. നമ്മൾ പഠിച്ചു അല്ലേ, ലെഡ്ജഡ് ഡോറ്, ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് പഠിച്ചു, ലെഡ്ജഡ് ആൻഡ് ഫ്രെയിംഡ് എന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഏതിനാണ് ഉപയോഗിക്കുക, ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോറിൻ്റെ അപ്പോൾ ഉപയോഗിക്കുക. ആൻഡ് ഫോർ ഹെവി സജസ് ഫോർ ഗാരേജ്, സ്റ്റേബിൾസ്, ഗേറ്റ്, അതിനൊക്കെ നമുക്കൊന്ന് ഉപയോഗിക്കാം. സ്ട്രാപ്പ് ഹിഞ്ച് ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പേര് നമുക്ക് ചിത്രം കണ്ടില്ല നിങ്ങൾ, ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സ്പ്രിംഗ് ഹിഞ്ച് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞതാണ്. സിംഗിൾ ആക്ടിങ്ങും ഡബിൾ ആക്ടിങ്ങും ഉണ്ട്. അതിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സിംഗിൾ ആക്ടിങ് ഉപയോഗിക്കും. ഇനി 2 ഡയറക്ഷനിലേക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡബിൾ ആക്ടിങ് ഉപയോഗിക്കും കേട്ടോ.
സിംഗിൾ ആക്ടിങ് ഉപയോഗിക്കും. 2 ഡയറക്ഷനിലേക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡബിൾ ആക്ടിങ് സ്പ്രിങ് ഉപയോഗിക്കും. ഇനി എന്താണ് എച്ച് ഹിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ മറ്റേ ഹിഞ്ചിനോട് പഴയ വിജാഗിനോട് സിമിലർ ആണ് കേട്ടോ. സിമിലർ ടു ബട്ട് ഹിഞ്ചാണ്. പക്ഷെ എന്താണ്, ഒരു നക്കിൾ ഉണ്ടാവും കേട്ടോ, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു നക്കിൾ ഉണ്ടാവും. അപ്പോൾ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. അതിന് വേറെ വിളിക്കുന്ന പേരാണെന്ത്, പാർലമെൻ്ററി ഹിഞ്ച്. ഇനി അടുത്താണ് ടി ഹിഞ്ച്. ടി ഹിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഹാൻഡ് ഹെവി ഡോറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത്, അല്ലെങ്കിൽ ഗേറ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണിത് ടി ഹിഞ്ച്. ദർ ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസസ്. ദി ഹിഞ്ച് കൺസിസ്റ്റ് ഓഫ് എ ലോങ് മൈൽഡ് സ്റ്റീൽ സ്ട്രാപ്പ്, മെറ്റീരിയലിൻ്റെ പേര് പഠിക്കണം, വിച്ച് ഈസ് ഫിക്സ്ഡ് ടു ദി ഔട്ട്സൈഡ് ഓഫ് ദി ഡോർ ആൻഡ് ക്രോസ് ബാർ വിച്ച് ഈസ് ഇൻജർഡ് ഇൻ ദി സ്ട്രാപ്പ് ആൻഡ് അൾട്ടേർഡ് വിത്ത് സ്ക്രൂഡ് ടു ദി പോസ്റ്റ് ഓഫ് ദി ഡോർ ഫ്രെയിം. നമുക്ക് നോക്കി നോക്കാം, ചിത്രം നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗമുണ്ട്, നടുവിൽ എന്ത് ചെയ്തിട്ട് നമ്മൾ പിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ ഫ്രെയിമിൽ വെക്കും, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഡോറിലും വെക്കും. മനസ്സിലായോ? സിമ്പിളല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യും, ഫ്രെയിമിൽ വെക്കും, ഇത് ഇതിൽ വെക്കും. അതേപോലെ തന്നെ ഇതും ഒരു ഹുക്ക് ഹിഞ്ചും, ഈ ചിത്രം കൂടി നിങ്ങൾ നോക്കിക്കോളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഫ്രെയിമിൽ വെക്കും, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഡോറിൽ വെക്കും. എന്നിട്ട് ഡോർ എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിലാണ് വെച്ചെടുക്കും. ഇതൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇനി ബാൻഡ് ഹാൻഡ് ഹുക്ക് ഹിഞ്ച് കേട്ടോ, നമ്മൾ ചിത്രം കണ്ടില്ലേ, ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ടി ഹിഞ്ച്. അതും ടി ഹിഞ്ചൊക്കെ സെയിം തന്നെ അല്ലേ, എന്താണ് വ്യത്യാസം? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അയൺ സ്ട്രിപ്പ് കാൾഡ് ബാൻഡ്, പിന്നെ ഒരു ഹുക്കും ഉണ്ടാവും. രണ്ടും ഒരുമിച്ചാണ്, രണ്ടും ഏകദേശം ഒരേപോലെ അല്ലേ. അതായത് ഇവന്മാർ ഇങ്ങനെയാണ്, ഇവന്മാർക്ക് നമുക്ക് എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക അതിൻ്റെ മുകളിൽ. ഹുക്ക് ഹിഞ്ചാണെങ്കിൽ എടുത്ത് വെക്കാം. ഇനി അടുത്തത് പിവറ്റ് ഹിഞ്ച്, ഫിഗർ 8 പിവറ്റ് ഹിഞ്ചാണ്. ഫോർ വിൻഡോസ് we sometimes use pivot hinge. This consists simply a plate with a pin which fit into all another plate. സിമ്പിൾ ആട്ടോ, ചിത്രം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സിമ്പിളായിട്ട് മനസ്സിലാവും. ഫിഗർ 8 അല്ലേ, കണ്ടോ പിവറ്റ് ഹിഞ്ച്, മനസ്സിലായോ? സിമ്പിളാണ്. ഇതിലെന്താ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഉപയോഗിക്കുക, നമ്മൾ വിൻഡോസിനാണ് ഉപയോഗിക്കുക. സിംപ്ലി എ പ്ലേറ്റ് വിത്ത് എ പിൻ വിച്ച് ഫിറ്റ് ഇൻ ടു എ ഹോൾ ഇൻ അനദർ പ്ലേറ്റ്. വിൻഡോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ജനലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് എന്ത്, യൂറോപ്പിൻ്റെ ഫ്രെയിംലെസ് ഹിഞ്ചസ് എന്തായിരിക്കും, ഈസിലി സപ്പോർട്ട് ചെയ്യും. ഹെവിയർ ഡോറിനൊക്കെ നമുക്ക് എന്ത് ഈസിലി സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ലാസ്റ്റ് പോയിന്റ് അഡ്ജസ്റ്റ് ടു അലൈൻ ആൻഡ് ലെവൽ ക്യാബിനറ്റ് ഡോർസ്, അതിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോണത് ടൈപ്പ് ഓഫ് ഡോർ ലോക്ക് ആൻഡ് ദയർ യൂസസ് ആണ്. അതിൽ 3 ടൈപ്പാണ്. മോർട്ടസ് ലോക്ക് ഉണ്ട്, റിം ലോക്ക് ഉണ്ട്, പാഡ് ലോക്ക് ഉണ്ട്. പാഡ് ലോക്കൊക്കെ സിമ്പിളാണ്, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനി വെൻ ദി ഡോർ ഓപ്പൺ ടുവേർഡ്സ് യു വിത്ത് ദി ഹിഞ്ച് ഓൺ ദി ലെഫ്റ്റ് ഈസ് അറ്റ് ദി ലെഫ്റ്റ് ഹാൻഡ് ഡോർ. അത് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോയി, ഒരേ സൈസുള്ളൊരു ഷോപ്പിലേക്ക് പോയി, ഒരേ സൈസുള്ളൊരു വീട്ടിലേക്ക് പോയില്ലേ. ചില ഷോപ്പിൽ എന്താ ചെയ്യുക, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി എന്ന് എഴുതിക്കോ, ഇവിടെ ഉണ്ട് എഴുതിക്കോ, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഞാനിത് ഈ ഡോർ തുറന്നു. ഡോർ തുറക്കുമ്പോൾ എൻ്റെ അടുത്തേക്കാണ് ഡോർ വരുന്നത്. നേരെ മറിച്ച് എൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യും, എൻ്റെ ലെഫ്റ്റ് ഹാൻഡോട് തുറക്കുമ്പോൾ ഡോറിൻ്റെ ഉള്ളിലോട്ടാണ് പോണത്, ഓപ്പോസിറ്റാണ് പോണത്. മനസ്സിലായോ? അതായത് ഡോർ എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡിലാണ് എന്ത് ചെയ്യുക, കൊടുക്കുക, അതിൻ്റെ ഹിഞ്ചൊക്കെ കൊടുക്കുക. ഈ ഡോർ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമുക്ക് വായിച്ചു നോക്കാം. വെൻ ദി ഡോർ ഓപ്പൺ ടുവേർഡ്സ് യു, എൻ്റെ അടുത്തേക്ക് ഓപ്പൺ ആവുന്നത്, യു വിത്ത് ഹിഞ്ച് ഓൺ ദി ലെഫ്റ്റ്, അതായത് എന്ത് ചെയ്യണം, ഹിഞ്ച് എവിടെ ഉണ്ടാവുക, ലെഫ്റ്റിലാണ് ഉണ്ടാവുക. മനസ്സിലായോ? ഹിഞ്ച് ലെഫ്റ്റിലാണ് ഉണ്ടാവുക. അതിനെന്ത് വിളിക്കുക, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡോർ എന്ന് വിളിക്കും. ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഡോർ അങ്ങോട്ട് ഉള്ളിലേക്ക് തുറക്കണം, അപ്പോൾ എവിടെ ഉണ്ടാവുക, ഇവിടെയാണ് ഹിഞ്ച് ഉണ്ടാവുക. ഇഫ് ദി ഹിഞ്ചസ് ആർ ഓൺ ദി റൈറ്റ് ദി ഡോർ ഈസ് സെഡ് ടു ബി റൈറ്റ് ഹാൻഡഡ്. മനസ്സിലായോ? ഇനി അപ്പോൾ എന്തിനാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് നമ്മൾ എന്തിനാണ് നോക്കേണ്ട കാര്യം എന്തിനാണ്? അപ്പോൾ അതായത് ചില ലോക്ക് ഉണ്ടല്ലോ, ഡോറിൽ വെക്കുന്ന ചില ലോക്ക് ഇഫക്റ്റീവായി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ അതേ ഡയറക്ഷനിൽ വെക്കണം. അതാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. സം ടൈപ്പ് ഓഫ് ലോക്ക് ക്യാൻ ബി യൂസ്ഡ് ഓൺ ഓൺലി വൺ ടൈപ്പ് ഓഫ് ഡോർ, എയ്തർ റൈറ്റ് ഓർ ലെഫ്റ്റ് ഹാൻഡഡ്. ഈ ഒരു പോയിന്റ് കൊണ്ട് നമ്മൾ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ഡോർ, എന്താണ് റൈറ്റ് ഹാൻഡ് ഡോർ എന്ന് പറഞ്ഞു വി ഹാവ് ടു നോ. അത് നോക്കണം. മോസ്റ്റ് കോമൺ എന്തൊക്കെയുണ്ട്, മോർട്ടൈസ് ലോക്ക് ഉണ്ട്, റിം ലോക്ക് ഉണ്ട്, പാഡ് ലോക്ക് ഉണ്ട്. ഈ മോർട്ടൈസ് പറഞ്ഞാൽ നമുക്ക് എന്താ, നമുക്കറിയാം, ഒരു ചാല്
ചാല് കുഴിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? മോർട്ടൈസിങ് എന്ന് വിളിക്കാം. എന്താണ് മോർട്ടൈസ് ലോക്ക്? മോർട്ടൈസ് ലോക്ക് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റോക്ക്, ഫേസ് പ്ലേറ്റ്. ഇത് ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് സ്റ്റോക്ക് എന്നൊന്നും ചോദിക്കില്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പഠിച്ചു വെക്കാം. ABCD എന്നൊക്കെ കണ്ടില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല കേട്ടോ. അതിൽ ഒന്നാമത്തെ എന്താണ്? സ്റ്റോക്ക് ഉണ്ടല്ലേ, ഇതാണ് സ്റ്റോക്ക്. എന്ന് അടയാളപ്പെടുത്തിയാണ് സ്റ്റോക്ക്. രണ്ടാമത്തെ ഫേസ് പ്ലേറ്റ്, ഇതാണ് ഫേസ് പ്ലേറ്റ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് കാണുക അല്ലേ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, വാതിലിൻ്റെ പുറത്ത് കാണുക. ഇനി മൂന്നാമത്തെ ലാച്ച് ബോൾട്ട് കേട്ടോ. C എന്ന് പറയുന്നത് ലാച്ച് ബോൾട്ടാണ്. ഇയാൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അതിൽ ഡോറിൻ്റെ ഹാൻഡിൽ അടിയിലാക്കുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ അങ്ങോട്ടാണ് പോയി ഓട് മറിയണത് കണ്ടിക്കണം, ഓടി ഇല്ലാതാവണത് കണ്ടിക്കണം. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലാച്ച് ബോൾട്ട്. ഇനി ലാച്ച് ബോൾട്ട് എങ്ങനെ? ഹാൻഡിൽ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹാൻഡിൽ അടിയിലാക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ലാച്ച് ബോൾട്ട് ഉള്ളിലേക്ക് പോകും. ഹാൻഡിൽ മുകൾക്കാക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ലാച്ച് ബോൾട്ട് അടിയിൽ പുറത്തോട്ട് വരും. എല്ലാവരും വീണ്ടും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി the two bolt fit into holes in the striking plate with attached by the screws to the door post. എന്താണ് മറ്റേ സ്ട്രൈക്കിംഗ് പ്ലേറ്റ് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കേട്ടോ, ഇതാണ് സ്ട്രൈക്കിംഗ് പ്ലേറ്റ്. ഇനി ദി മോർട്ടൈസ് ലോക്ക് ഈസ് ഫിറ്റ് ഇൻ ടു ദി മോർട്ടൈസ് ഇൻ ദി എഡ്ജ് ഓഫ് ദി ഡോർ. നമ്മൾ എന്ത് ചെയ്യും, ഡോറുണ്ടല്ലോ, ഡോർ ഇപ്പോൾ ഇങ്ങനെയാണ് എഴുതിക്കോ. ഡോർ ഇങ്ങനെയാണ് എന്ത് ചെയ്യും, ആ ഡോറിൻ്റെ കനം ഉണ്ടല്ലോ, ആ കനത്തിൻ്റെ നടുവിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കുഴി കുഴിക്കും. എന്നിട്ട് ആ കുഴിയിലേക്കാണ്, ആ മോർട്ടൈസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലോക്കിൻ്റെ ഈ ഭാഗം കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇറക്കി വെക്കുക. നമ്മൾ പുറത്തോട്ട് കാണുന്നത് ഈ ഒരു ഫേസ് പ്ലേറ്റ് മാത്രമായിരിക്കും. ദിസ് സ്ട്രോക്ക് ഷുഡ് ബി ഫിറ്റ് ടൈറ്റ്ലി അഗൈൻസ്റ്റ് സൈഡ് ഓഫ് ദി മോർട്ടൈസ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഡോറിൽ ഇപ്പോൾ എന്ത് ചെയ്തു, തുളണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ സൈഡൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് പക്ക ഡീസൻ്റ് ടൈറ്റായിട്ട് ഇരിക്കണം അതിൽ. സോ ദാറ്റ് ഡോർ ഇറ്റ് സെൽഫ് ഫേസസ് ദി സ്ട്രെയിൻ നോട്ട് ദി സ്ക്രൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ എല്ലാ ഏരിയയിലും എന്ത് ചെയ്യും, ആ സ്ട്രെയിൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, യൂണിഫോമായിട്ട് അനുഭവപ്പെടും. ഇനി ഇവിടെ മാത്രം ഒരു പിടുത്തമില്ല, നമ്മൾ ഇവിടെ മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂസുമ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഈ ലോക്ക് നിൽക്കത്തുള്ളൂ. നിങ്ങളിനി ചെയ്യേണ്ടത്, ഇത്രയും വീഡിയോ നിങ്ങൾ കണ്ടില്ല, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 100 പേജുള്ള മാക്സിമം ഒരു 100 പേജുള്ള നോട്ട് ബുക്ക് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് വെക്കുക. ഈ സൈഡിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ മൊഡ്യൂളിൻ്റെ പേര് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇവിടെ സ്റ്റാപ്ലർ ചെയ്ത് വെക്കുക. ഒരു സ്റ്റാപ്ലർ ഇവിടെ അടിക്കുക, ഒന്ന് കുറേ പേജ് വിട്ടിട്ട് വെക്കുക. കണ്ടോ നിങ്ങൾ? അതായത് ഒരു നോട്ട് ബുക്കിനെ ഈ സിലബസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 20 മാർക്കുള്ള മൊഡ്യൂളിന് എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല പേജ് മാറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സൈഡിൽ എന്ത് ചെയ്യുക, ഇതുപോലെ സ്റ്റാപ്പിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് കീ പോയിൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. വീഡിയോ 2 സ്പീഡിൽ കാണുക. ഒരുപാട് തവണ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ ഒരു നോട്ടാണ്. ഹാൻഡ് റൈറ്റിംഗ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതിൽ ആദ്യം ജോയിൻറ്റിനെ പറ്റിയാണ് നോട്ട് ചെയ്തിരുന്നു കേട്ടോ. ജോയിൻറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ജോയിൻറ്റ്, അതിൻ്റെ പേര് എഴുതിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉദാഹരണം അപ്ലിക്കേഷൻ എഴുതിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ബ്രിഡിൽ ജോയിൻറ്റ് നമ്മൾ ഡ്രസ്സിന് ഉപയോഗിക്കും. പിന്നെ നമ്മൾ ആംഗിൾ കോർണർ ജോയിൻറ്റ്, L ഷേപ്പും T ഷേപ്പും ഒക്കെ L ഷേപ്പും T ഷേപ്പും ഉള്ള ആംഗിൾ അല്ലെങ്കിൽ കോർണർ ജോയിൻ്റ് ആണെങ്കിൽ നമ്മളത് നെയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെക്യൂർ ചെയ്യുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒബ്ലിക് ഷോൾഡേഡ് ആണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രസ്സിലാണ് ഉപയോഗിക്കുക. 90 ഡിഗ്രി അല്ലാതെ ഉള്ളതാണ് നമ്മൾ ഉപയോഗിക്കുക. 5 ടൈപ്പ് ഒബ്ലിക് ഷോൾഡേഡ് ജോയിൻ്റ് ഉണ്ട്. ബ്രിഡിൽ മൈറ്റേഡ്, ഡൗട്ടെയിൽ ഹാൾഡ്, ബേർഡ്സ് മൗത്ത്, അതുപോലെ ഒബ്ലിക് ടനൽ. ഇനി ഫ്രെയിമിംഗ് ജോയിൻറ്റ് നമ്മൾ ഡോറിനും വിൻഡോസൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നോട്ട് ക്യാരി ലോഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പണ്ടെങ്ങാണ്ട് എഴുതി വെച്ചിട്ട് നോട്ടാണ് കേട്ടോ. ഇനി മൊഡ്യൂൾ 4 വരുന്നത് ജോയിൻറ്റ്സ് ആണ്. അതിൽ മെയിനായിട്ട് ആദ്യം ക്ലാസിഫിക്കേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലെങ്തനിങ്, വൈഡനിങ്, ബിയറിങ്, അതുപോലെ തന്നെ ആംഗിൾ വിളിക്കുന്നതിന് വേറൊരു പേരാണ് കോർണറിങ്. നമ്മൾ ആദ്യം മുകളിൽ കണ്ടു അല്ലേ. ഇനി മാത്രമല്ല ഒബ്ലിക് ഷോൾഡേഡ് ഫ്രെയിമിങ്. ഇനി ലെങ്തനിങ് ജോയിൻറ്റിന് വേറൊരു പ്ലെയറാണ് സ്പൈസ്ഡ് ജോയിൻറ്റ്. അതിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് ക്ലാസ് ലാപ്ഡ്, രണ്ടാമത് ഫിഷ്ഡ്, സ്കേർഫ്ഡ്, ടേബിൾ ജോയിൻറ്റ്. അതിലൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ചിത്രം വരച്ച് വെക്കുക. ഈ ഫിഷ്ഡ് ജോയിൻ്റ് കണ്ടില്ല, ചിത്രം ജസ്റ്റ് വരച്ച് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക.
ഇനി വൈഡനിങ് ജോയിൻറ്റിൽ വരുന്നതാണ് നമുക്ക് വൈഡനിങ് ജോയിൻറ്റ് എന്തിനാ ഉപയോഗിക്കുക, ലെങ്തനിങ് ജോയിൻറ്റ് എന്തിനാ ഉപയോഗിക്കുക, ചെറിയ ചെറിയ പീസുകൾ കൂട്ടി വെച്ചിട്ട് വലിയൊരു പീസാക്കാൻ വേണ്ടി, ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. വൈഡനിങ് ജോയിൻ്റ് ആണെങ്കിൽ നമ്മൾ വീതി കൂട്ടാൻ വേണ്ടിയിട്ട്, കണ്ടോ 3 പലക കൂട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വീതി കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് വൈഡനിങ് ജോയിൻറ്റ്, ഇത് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ലെങ്തനിങ് ജോയിൻറ്റ്. ഈ ലെങ്തനിങ് ജോയിൻറ്റിൽ വരുന്നതാണ് ബഡ് ജോയിൻറ്റ്. ബഡ് ജോയിൻറ്റ് അത് അടുക്കി വെക്കുക. പിന്നെ സ്പ്ലേഡ്, അതായത് ചെരിഞ്ഞിട്ട് അടുക്കി വെക്കുക. പിന്നെ റിബേറ്റഡ് ജോയിൻറ്റ് നമ്മുടെ ഡസ്റ്റ് പ്രൂഫ് ജോയിൻ്റ് ആണ് കേട്ടോ. ഡസ്റ്റ് പ്രൂഫാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പിന്നെ റിബേറ്റഡ് ആണ്. ഫില്ലറ്റഡ് ഉണ്ട്, അത് സ്ട്രോങ് ആണ്, അത് ഫാക്ടറി ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. എന്താണ് ഫാക്ടറി ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിക്കും, റിബേറ്റഡ് ആൻഡ് ഫില്ലറ്റഡ്. പിന്നെ പ്ലഫ്ഡ് ആൻഡ് ടങ്ങഡ് ആൻഡ് ഗ്രൂവ്ഡ് ഉണ്ട്. പിന്നെ റിബേറ്റഡ്, ടങ്ങഡ്, ഗ്രൂവ്ഡ്. ഈ റിബേറ്റഡും ടങ്ങഡും ഗ്രൂവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് സെക്യൂർഡ് ബൈ നെയിലാണ്. പിന്നെ മാച്ച്ഡ് ആൻഡ് ബീഡഡ് ജോയിൻ്റ് ഉണ്ട്, അത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ മാച്ച്ഡ് ആൻഡ് വി ജോയിൻ്റ് ഉണ്ട്. പിന്നെ ഡബിൾഡ് ജോയിൻറ്റ് വെരി സ്ട്രോങ് ആണ്. പിന്നെ നമ്മുടെ ഡൗട്ടൈൽ ജോയിൻ്റ് ഉണ്ട്. ഇനി സ്ട്രോങ്ങസ്റ്റ് കോർണർ ജോയിൻറ്റിൽ സ്ട്രോങ്ങസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതാണ് കോമൺ ഡൗട്ടൈൽ ജോയിൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹൗസിങ് ജോയിൻറ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതൊക്കെ. ഹൗസിങ് ജോയിൻറ്റിൽ ഡെപ്ത് ഓഫ് ദി ട്രഞ്ചിൻ്റെ അതിൻ്റെ വിടുത്ത് എന്തായിരിക്കും, 1/3 ഓഫ് ദി തിക്നെസ് ആയിരിക്കും. ഹൗസിങ് ജോയിൻറ്റിൽ ട്രഞ്ചിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് 1/3 ഓഫ് ദി തിക്നെസ് ആയിരിക്കും. പിന്നെ മൈറ്റർ ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു മൈറ്റർ സ്മാൾ സെക്ഷൻ ഓഫ് വുഡ് അക്യുറേറ്റ്ലി. അതാണ് മൈറ്റർ ബ്ലോക്ക് എന്തിനാ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ടു മൈറ്റർ സ്മാൾ സെക്ഷൻ ഓഫ് വുഡ് അക്യുറേറ്റ് ആയിട്ട് നമ്മൾ വുഡിനെ ചെറിയ സെക്ഷൻ മൈറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പേര് തന്നെ കിട്ടൂല. സൈസ് ഓഫ് ജോയിൻ്റർ മെഷീൻ്റെ സൈസ് നമ്മൾ ലെങ്ത് ഓഫ് ദി നൈവ്സ്, അതിൻ്റെ നൈവിൻ്റെ ലെങ്ത് ആണ് കേട്ടോ, ലെങ്ത്താണ്. വിടുത്ത് എന്നൊക്കെ ഉണ്ടാവും, ഫസ്റ്റ് ഓപ്ഷൻ്റെ വിടുത്ത് ഓഫ് ദി നൈവ് എന്നൊക്കെ ഉണ്ടാവും. പിന്നെ സിംഗിൾ കട്ട്, വുഡൻ്റെ സിംഗിൾ കട്ട് ഫയലിൽ അതിൻ്റെ ആംഗിൾ 75 ഡിഗ്രി ആട്ടോ. നമ്മൾ 60 ഡിഗ്രി നമ്മൾ മെറ്റാലിക്, അതായത് മെക്കാനിക്കൽ ഫീൽഡ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും, 60, 71 എന്നൊക്കെ നമ്മൾ എഴുതും. പക്ഷേ വുഡൻ സിംഗിൾ കട്ട് ഫയലാണെങ്കിൽ ആംഗിൾ 75 ഡിഗ്രിയാണ്. പിന്നെ റാസ്പ് കട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഫർണിച്ചർ മേക്കിങ്ങിൽ നമ്മൾ കണ്ടില്ലേ, ഒരു സ്റ്റാപ്ലർ ഇങ്ങനെ അടിച്ചു വെക്കുക, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഫർണിച്ചറിലെ ക്വസ്റ്റ്യൻ വരുന്നത് ലൈബ്രറിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു, ഇൻഡസ് കാർഡ് ക്യാബിനറ്റ് ആണ്. റെക്റ്റാങ്കുലർ ഹോൾ ഇടുന്നതിന്, ഇത് ഫർണിച്ചറിൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഏരിയയിൽ വരുന്നതാണ്. മോർട്ടൈസിങ് ഫർണിച്ചറിലും വരും, ഒരുപാട് കാര്യങ്ങളിൽ വരും. മോർട്ടൈസിങ് ആണ്, റെക്റ്റാങ്കുലർ ഹോളിലെ മോർട്ടൈസിങ് ആണ്. പിന്നെ ബാറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് നോക്കണം കേട്ടോ. 20 മില്ലിമീറ്റർ മുതൽ 40 മില്ലിമീറ്റർ വരെ തിക്കും, 25 മുതൽ 75 മില്ലിമീറ്റർ വരെ വൈഡും വീതിയുള്ളതാണ്. നെയിൽ വിച്ച് ഹാവിങ് വി ഷേപ്പ് പോയിന്റ്, ഏതാണ് സ്റ്റാപ്പിൾ എന്ന് വിളിക്കും. സ്ട്രോങ്ങസ്റ്റ് ജോയിൻറ്റ് ഫോർ മേക്കിംഗ് ടേബിൾ ഡ്രോയർ, ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫർണിച്ചറിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ലാപ്പ് ഡൗട്ടൽ ജോയിൻ്റ് ആണ്. ഇനി 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 35.35 ക്യൂബിക് ഫീറ്റ്. ഇത് നമ്മളെ കാൽക്കുലേഷൻ എന്താ സിലബസിൽ വരുന്നതാണ്. അതായത് നമ്മളൊരു കസേരയ്ക്ക് വേണ്ടി എത്ര മരം കുബി വാങ്ങണം, അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ. ജസ്റ്റ് വോളിയം ചെയ്യാം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്യൂബിൻ്റെ വോളിയം അല്ലെങ്കിൽ ഒരു ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ്. സിമ്പിൾ അല്ലേ. ഇനി ഗ്രൈൻഡിങ് ആംഗിൾ ഓഫ് ചിസൽ പെയിൻ അയൺ ഈസ് 20 to 25 ഡിഗ്രിയാണ് അതിൻ്റെ ഗ്രൈൻഡിങ്. പിന്നെ മൈറ്റർ ജോയിൻറ്റിൻ്റെ 45 ഡിഗ്രിയാണ്. സോയിങ് സ്റ്റൈൽ ഫോർ ഡോർ ഫ്രെയിം, അത് നമ്മൾ എങ്ങനെയാണ് സോയിങ് ചെയ്യാന്ന് കട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടറായിട്ടാണ് റേഡിയസ് സോയിങ്. നമ്മൾ ഇന്നലെ അല്ല, ഈ വീഡിയോയുടെ ഫസ്റ്റ് ഉണ്ടാവും കേട്ടോ, ഈ വീഡിയോയുടെ ഫസ്റ്റ് ഉണ്ടാവും. പിന്നെ വെജിറ്റബിൾ ഗ്ലൂ ഹൈലി വിസ്കസ് ആണ്, ഹൈ വിസ്കോസിറ്റി ആണ്. പിന്നെ ടോസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡോർ ബേസ് ക്യാബിനറ്റിന് താഴെയുള്ള റിസസിന് പറയുന്ന പേരാണെന്ത്, ടോ സ്പേസ്. ഡബിൾ ഡോർ ബേസിൻ്റെ ക്യാബിനറ്റിന് താഴെയുള്ള റിസസിന് പറയുന്ന പേരാണ് ടോ സ്പേസ്. പിന്നെ ജോയിൻറ്റ് ഫോർ പാനൽഡ് ഡോറിന് വേണ്ടിയിട്ടുള്ള ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോൾഡേർഡ് മോർട്ടേഴ്സ് ആൻഡ് ടെനനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പാർട്ടിക്കിൾ ഓർ ചിപ്പ് ബോർഡ്, അതിൻ്റെ ഇതാണ് ഡയമെൻഷനാണ് 6 മില്ലിമീറ്റർ മുതൽ 25 മില്ലിമീറ്റർ. ചിപ്പ് ബോർഡിൻ്റെ പാർട്ടിക്കിൾ ബോർഡിൻ്റെ ഒക്കെ സൈസാണ് പറയുന്നത് കേട്ടോ. കനം എന്ന് പറയുന്നത് 6 മില്ലിമീറ്റർ മുതൽ 25 മില്ലിമീറ്റർ വരെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് വുഡ് കാർവിങ്ങിൽ എന്താണ് വുഡ് കാർവിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓർണമെൻറ്റേഷൻ ഫോർ ഇൻലൈങ് ബാൻഡിങ്. പിന്നെ അതിൽ കുറച്ച് വരുന്നത് 4 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പ് വുഡ് കാർവിങ് ഉണ്ട്. അതിലൊന്നാണ് ഫിഗേർഡ് ടിമ്പർ, രണ്ടാമത് ഇൻലേയിങ്, മൂന്നാമത് വുഡ് കാർവിങ്, നാലാമത് മെയ്റ്റിംഗ് ഓർ പഞ്ചിങ്. അതിൽ ഫിഗേർഡ് ടിമ്പർ നമ്മൾ
മരത്തിൻ്റെ കാതൽ എന്നൊക്കെ പറയില്ലേ. ഇനി ഇൻലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം ഒട്ടിക്കലാണ്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒട്ടിക്കുന്നതിന് പറയുന്ന പേരാണ് ഇൻലേയിങ് കേട്ടോ. പേരിൽ തന്നെ ഉണ്ട് ഇൻലേയിങ്. ഇനി ഇൻലേ ബാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂവിൽ ഒട്ടിക്കുകയാണ് കേട്ടോ. ഗ്രൂവിൽ ഒട്ടിക്കലാണ് ഇൻലേ ബാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് ചെയ്തിരുന്ന മെത്തേഡാണ് കേട്ടോ. ഓൾഡ് എന്നോട് എഴുതി കണ്ടില്ല. പണ്ട് ചെയ്തിരുന്ന മെത്തേഡാണ് ഇൻലേയിങ്. ഇപ്പോൾ ചെയ്യുന്നില്ല എന്നവിടെ പറയുന്നത്. പിന്നെ വുഡ് കാർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ചിപ്പ് കാർവിങ് ഉണ്ട്, റിലീഫ് കാർവിങ് ഉണ്ട്. ചിപ്പ് കാർവിങ്ങും റിലീഫ് കാർവിങ്ങും ഉണ്ട്. അപ്പോൾ വുഡ് കാർവിങ്ങിൽ ചിപ്പ് കാർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ സീരീസ് ആയി ഷേപ്പ് കട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ റിലീഫ് കാർവിങ് എന്ന് പറഞ്ഞാൽ കൊത്തുപണി കേട്ടോ. സാധാ കൊത്തുപണിനെ വിളിക്കുന്ന പേരാണെന്ത്? റിലീഫ് കാർവിങ്. സാധാ കൊത്തുപണിനെ വിളിക്കുന്ന പേരാണ് റിലീഫ് കാർവിങ്. ചിപ്പ് കാർവിങ് എന്ന് പറഞ്ഞാൽ സർക്കിളിൽ സീരീസായി ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഒരു സർക്കിൾ സീരീസ് ആയിട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക നമ്മൾ എന്ത് വിളിക്കും? ചിപ്പ് കാർവിങ് എന്ന് വിളിക്കും. ഒന്ന് നെറ്റിലടിച്ച് നോക്കി അതിൻ്റെ ചിത്രം കിട്ടും. റിലീഫ് കാർവിങ് എന്ന് പറഞ്ഞാൽ സാധാ കൊത്തുപണിയില്ല, വാതിലിൻ്റെ മുകളിൽ കാണുന്നത്. പിന്നെ മെയ്റ്റിങ്, പഞ്ചിങ് കേട്ടോ. ഇതാണ് വുഡ് കാർവിങ്ങിൽ പഠിക്കേണ്ടത്. അപ്പോൾ ആകെ ഒരു നിങ്ങളിങ്ങനെ എഴുതി വെക്കുമ്പോൾ ജസ്റ്റ് ഒരു 10 പേജ് ഉണ്ടാവുള്ളൂ. ഞാനിത് എന്നോ എഴുതി വെച്ചാണ്. നമ്മൾ ട്രേഡ്സ്മാൻ കാർപ്പൻ്ററിയുടെ എന്തോ എക്സാമിന് എഴുതി വെച്ചാണ്. പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇനി ഇത് നമ്മുടെ പെയിൻറ്റിങ് ആയിരുന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ എഴുത്ത് ക്ലിയർ അല്ല എന്ന് വിചാരിക്കുന്നില്ലേ, ആ ഒരു വിഷയമുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക കേട്ടോ. ഇനി സൈസ് ഓഫ് ബാൻഡ്സോ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്? ഡയമീറ്റർ ഓഫ് ദി വീലാണല്ലേ, നമ്മളാകെ വീഡിയോ കണ്ടാണ്. ബേസ് ഓഫ് സർഫസ് പ്ലെയിനർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് എന്തോടെ നിർമ്മിച്ചിരിക്കുന്നത്? കാസ്റ്റ് അയൺ മെറ്റീരിയലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ബേസ് ഓഫ് സർഫസ് പ്ലെയിനർ എന്താണ്? കാസ്റ്റ് അയൺ മെറ്റീരിയലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൈസ് ഓഫ് എ ജോയിൻറ്റർ മെഷീൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ലെങ്ത് ഓഫ് നൈവ്. നമ്മൾ കുറച്ച് മുന്നേ കൂടി ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അപ്പോൾ റിപ്പീറ്റ് ആണ് കേട്ടോ. വുഡ് ലൈത്ത് സ്പർ സെൻറ്റർ ഡ്രൈവ്സ് ടു വർക്ക്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ മോർട്ടൈസിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ മേക്ക് സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഹോൾസ് ഇൻ വുഡ്. ഈ മോർട്ടൈസിങ് എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാവും. മോർട്ടൈസിങ് എന്ന് പറഞ്ഞാൽ വുഡിൽ ഒരു റെക്ടാങ്കുലർ ഹോൾ ഉണ്ടാക്കണേ അല്ലെങ്കിൽ സ്ക്വയർ ഹോൾ ഉണ്ടാക്കണതിന് എന്ത് ചെയ്യുക? മോർട്ടൈസ് എന്ന് വിളിക്കുക. ഇൻ വുഡ് ലൈറ്റ് ഗേജ് ചിസൽ ടൂൾ യൂസ്ഡ് ഫോർ കട്ടിങ് റഫ് സർഫസ് ക്വിക്ക്ലി. ഈ വുഡ് ലൈത്തിൽ ഗേജ് ചിസൽ എന്തിനാണ് ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കട്ടിങ് റഫ് സർഫസ് ക്വിക്ക്ലി. ഇമ്പോർട്ടൻ്റ്. ഇതാണ് കീവേഡ്. ഈ സർക്കുലർ സോ സ്പെസിഫൈഡ് ബൈ. നമ്മൾ ഉപയോഗിക്കുന്ന സർക്കുലർ സോ, സാധാ കട്ടർ ഉണ്ടല്ലോ, അതിന് വലിയൊരു മെഷീനാണ് സർക്കുലർ സോ മെഷീൻ. അതിനെങ്ങനെ സ്പെസിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതിൽ വെക്കാൻ പറ്റുന്ന മാക്സിമം ഡയ ഓഫ് ദി സോ ബ്ലേഡ്, അതിൽ വെക്കാൻ പറ്റുന്ന മാക്സിമം സോ ബ്ലേഡിൻ്റെ മാക്സിമം ഡയാമീറ്റർ. മാത്രമല്ല ഫിറ്റഡ് ഇൻസൈഡ് തോട്ട് പ്ലേറ്റ്. അതിൻ്റെ അതായത് നമ്മൾ സാധാ കട്ടർ ബ്ലേഡ് ഇങ്ങനെയല്ല ഉണ്ടാവുക, അതിന് തോട്ട് പ്ലേറ്റ് ആകുന്ന സാധനം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഹാൻഡിലൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ബ്ലേഡ്. ഈ തോട്ട് പ്ലേറ്റ് ഊരിയാൽ നമുക്ക് എന്ത് ചെയ്യാതെ ബ്ലേഡ് വെക്കാൻ പറ്റും. അതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു തന്നിട്ടില്ല, നമുക്ക് ക്ലാസ് എടുക്കാം. ഇനി അനദർ നെയിം ഫോർ ജിഗ്സോ എന്താണ്? സ്കോൾസോ കേട്ടോ. ഈ മാക്സിമം ടിൽറ്റിംഗ് ആംഗിൾ ഓഫ് ബാൻഡ്സോ മെഷീൻ 45 ഡിഗ്രി നമ്മൾ ഡിസ്കസ് ചെയ്ത് രണ്ടു വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്ലെയിൻ യൂസ്ഡ് ഫോർ കട്ടിങ് ഗ്രൂവ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് അഡ്ജസ്റ്റ് ഈസ് പ്ലഫ് പ്ലെയിൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ബിറ്റ് യൂസ്ഡ് ടു ബോർ ഡീപ്പ് ഹോൾ ഇൻ വുഡ് ലേത്ത് ഏതാണ്? ഷെൽ ഓഗർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇൻ വിച്ച് ഡയറക്ഷൻ ദി ഇൻഫീഡ് റോളർ മൂവ്സ് ദി സ്റ്റോക്ക് ഫോർ പ്ലെയിനിങ് ഇൻ തിക്നെസ് പ്ലെയിനർ എന്താണ്? ഫോർവേഡ് ഡയറക്ഷൻ ആണ് കേട്ടോ. ഹോളോ ചിസൽ മോർട്ടൈസർ ജനറലി അവൈലബിൾ വിത്ത് ഹോളോ ചിസൽ സൈസ് 6 to 15 മില്ലിമീറ്റർ. ഹോളോ ചിസൽ മോർട്ടൈസർ എത്രയാണ്, എങ്ങനെ അവൈലബിൾ ആവുക? ചിസൽ സൈസ് എത്ര ഉണ്ടാവുക? 6 to 15 മില്ലിമീറ്റർ. പ്ലെയിൻ ടു മേക്ക് ഗ്രൂവ് ഓൺ ടിമ്പർ പീസ് പ്ലസ് പ്ലെയിൻ ആണ് കേട്ടോ. അതായത് ഗ്രൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ടിമ്പർ പീസിൽ ഗ്രൂവ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലഫ് പ്ലെയിന് നമ്മൾ ഒരുപാട് തവണ പാടില്ല. പ്ലഫ് ആ പേരുന്നതിനെ പഠിച്ചു വെക്കാൻ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഇനി എന്താണ് മുള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോറിനെയോ വിൻഡോയോ വെർട്ടിക്കലായി സബ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ ഡോർ ഉണ്ട് കരുതിക്കും, ഇതിനെ വെർട്ടിക്കലായി സബ് ഡിവൈഡ് ചെയ്യുന്നത് എന്താ? ഇങ്ങനല്ലേ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? മുള്ളിയൻ. ഇതാണെന്ത്? മുള്ളിയൻ. ഇനി ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടലി. അതായത് ഇതൊരു ജനല ഡോർ എന്താണ് എഴുതിക്കോ, ഇങ്ങനെ മൗസ് പിടിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു ഡോറാണ് എഴുതിക്കോളൂ. ഇങ്ങനെ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യുന്ന ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ്ഫോം. ഇനി ട്രാൻസ്ഫോം കേട്ടോ. ഡോമ വിൻഡോ എന്ന് പറഞ്ഞാൽ സ്ലോപ്പി റൂഫിൽ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ എന്ന് വരുന്നതാണ്. ഡോമ വിൻഡോ എന്ന് പറഞ്ഞാൽ സ്ലോപ്പി റൂഫ്. ഇത്ര മാത്രം പഠിച്ചാൽ മതി.
ലാൻഡ് ഓൺ വിൻഡോ എന്ന് പറഞ്ഞാൽ ഓൺ ഫ്ലാറ്റ് റൂഫിൽ ഉപയോഗിക്കുന്നതാണ് ലാൻഡ് ഓൺ വിൻഡോ. ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബേ വിൻഡോ എന്ന് പറഞ്ഞാൽ വാൾ പൊസിഷൻ വിൻഡോ ആണ് കേട്ടോ. ബേ വിൻഡോ എന്ന് പറഞ്ഞാൽ വാൾ പൊസിഷൻ വിൻഡോ ആണ്. സില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, ലോ പാർട്ട് ഓഫ് ദി വിൻഡോ, അതായത് ഏറ്റവും അടിയിൽ നിൽക്കുന്ന വിൻഡോ ഫ്രെയിമിൻ്റെ ഭാഗമാണ് കേട്ടോ. വിൻഡോ ഫ്രെയിമിൻ്റെ ഭാഗമാണ്. സിംഗിൾ റൂഫ്, പിച്ച്ഡ് റൂഫ്, ഹൊറിസോണ്ടൽ സപ്പോർട്ട് ഇൻ ലഡ്ജ് ഡോർ, അതിനെ വിളിക്കുന്ന വരുന്ന ലഡ്ജസ്. ഹൊറിസോണ്ടൽ സപ്പോർട്ടാണ് കേട്ടോ. സപ്പോർട്ട് ഇൻ ലഡ്ജ് ഡോറിൽ ലഡ്ജ് ഡോറ്, ലഡ്ജ് ആൻഡ് ബ്രേസ്ഡ് ഡോർ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതേതാണ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് കേട്ടോ. അതായത് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ല കേട്ടോ. അതിനും ഡോറൊക്കെ വരുന്നുണ്ടല്ലേ. നമുക്ക് ടൈപ്പ് ഓഫ് ഡോറ്, ടൈപ്പ് ഓഫ് വിൻഡോ, അതിനുള്ള മൊഡ്യൂൾ എന്നുള്ളതാണ്. ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി ബീഡ് എന്ന് പറഞ്ഞാൽ സെമി സർക്കുലർ പ്രൊജക്ഷൻ ഓൺ എഡ്ജ് ഓഫ് ദി സർഫസ് ഓഫ് ദി വുഡ്. ബീഡ് പറഞ്ഞാൽ നമ്മൾ ബീഡിംഗ് ഒക്കെ ഭംഗിക്ക് വേണ്ടി ബീഡിങ് ഇല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇനി സ്റ്റെയർ നമുക്ക് സിലബസിലുണ്ട് വിചാരിക്കുന്നു. ഞാനല്ലെങ്കിൽ ചെക്ക് ചെയ്ത് പറയാം കേട്ടോ. സ്റ്റെയർ എന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മൾ സ്റ്റെയറിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസാണ്. ഇനി നമുക്ക് റൂഫ് നമുക്കുണ്ട്. ക്യൂൻ പോസ്റ്റ് റൂഫ്, നമ്മൾ റൂഫ് ഡിസ്കസ് ചെയ്തിട്ടില്ല. റൂഫ് എന്നാകെ ഈ 3 ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. ക്യൂൻ പോസ്റ്റ് റൂഫ് ട്രസ് സ്യൂട്ടബിൾ ഫോർ സ്പാൻ എത്രയാണ്? 8 മീറ്റർ മുതൽ 12 മീറ്ററാണ് ക്യൂൻ പോസ്റ്റ് റൂഫിൻ്റെ സ്പാൻ കേട്ടോ. ഇനി കിങ് പോസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ എത്ര ആയിരിക്കും? 5 മീറ്റർ മുതൽ 8 മീറ്റർ ആയിരിക്കും. ഇനി ഹൊറിസോണ്ടൽ വുഡ് മെമ്പർ പ്ലേസ്ഡ് ഓൺ പ്രിൻസിപ്പൽ റാഫ്റ്റർ ടു സപ്പോർട്ട് കോമൺ റാഫ്റ്റർ എന്നെ വിളിക്കുന്ന പേരാണ് പേർലിൻ. അതായത് നമ്മൾ അതിൻ്റെ ചിത്രം കണ്ടാലും, അതായത് റൂഫിൻ്റെ ചിത്രം കണ്ടാലും നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നത് 2-ാം തീയതി വരെയാണ് ക്ലാസ് എന്നാണ്. പക്ഷേ നമുക്ക് 2-3 പേഴ്സണൽ റീസൺസും പിന്നെ നമ്മൾ KGC പിള്ളേരുടെ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതിന് ക്ലാസ് എടുക്കാൻ പോകണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം ഭയങ്കര കൺസ്ട്രെയിൻ ആണ്. നമ്മൾ 2-ാം തീയതിയാണ് ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത്. അത് നമുക്ക് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. മാക്സിമം ഒരു 2 വീഡിയോ കൂടി നമ്മൾ ചെയ്യും. അപ്പോൾ ഒന്നെങ്കിൽ 2 വീഡിയോ കൂടി ക്ലബ് ആക്കിയിട്ട് ഒരു മാക്സിമം ഒരു 5 മണിക്കൂറിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിരിക്കും ചെയ്യുക. പിന്നെ നമുക്ക് പമ്പ് ഓപ്പറേറ്ററിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്, ഡീസൽ മെക്കാനിക് ഉണ്ട്, ഷീറ്റ് മെറ്റലുണ്ട്, ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം കാർപ്പൻട്രിയുടെ ഈ ഒരു ട്രേഡിൻ്റെ മാക്സിമം നമ്മൾ വീഡിയോ കഴിക്കും. എന്നിട്ട് തൊട്ടടുത്ത ട്രേഡുകൾ തുടങ്ങാൻ നമ്മൾ തീരുമാനം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയൊരു പേജ് നോട്ട് ബുക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് എഴുതി വെക്കുക. 20 ദിവസം നമ്മുടെ മുന്നിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിൽ 22 അല്ലേ, അതായത് 21 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. 21 ദിവസം ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ ഒരു ദിവസം, നാളെ 1-ാം തീയതി അല്ലേ, 1-ാം തീയതി ആരൊക്കെ എണീക്കുന്നതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ 1-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 100 പേജിൻ്റെ നോട്ട് ബുക്ക് വാങ്ങുക. ആ നോട്ട് ബുക്കിൽ പേജിനെ ഡിവൈഡ് ചെയ്ത് വെക്കുക. സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ പേജിന് ഡിവൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ 100 പേജുള്ള ബുക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞാൽ 20 മാർക്കിനല്ലേ, 20 മാർക്കിനല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഒരു 8 പേജ് എന്തെങ്കിലും മാറ്റി വെക്കുക. അല്ലെങ്കിൽ 8 വേണ്ട, ആകെ 3 പേജൊക്കെ വരുള്ളൂ. അപ്പോൾ ഒരു 6 പേജ് മാറ്റി വെക്കുക. 2-ാമത്തെ മൊഡ്യൂൾ 5 മാർക്കാണെങ്കിൽ 6 പേജൊന്നും മാറ്റി വെക്കണ്ടില്ല. മാക്സിമം എന്ത് ചെയ്യുക, 1 പേജ് മാറ്റി വെക്കുക. പിന്നെ അടുത്ത മൊഡ്യൂൾ 15 മാർക്കാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 4 പേജ് മാറ്റി വെക്കുക. അങ്ങനെ ഓരോ പേജും പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ കൊടുക്കുക. ആദ്യം ഇവിടെ സ്റ്റാപ്ലർ അടിച്ച് വെക്കുക. പിന്നെ 2-ാമത്തെ അതിൻ്റെ പേരിൽ പേര് എഴുതി വെക്കുക. 2-ാമത്തെ സ്റ്റാപ്ലർ എന്ത് ചെയ്യുക, തൊട്ടടിയിൽ അടിച്ച് വെക്കുക. എന്നാലും നമുക്ക് പെട്ടെന്ന് കാണുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുക, പെട്ടെന്ന് കാണുന്ന രീതിയിൽ അടിച്ചു വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 100 പേജേ ഉണ്ടാവുള്ളൂ. ആ 100 പേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ വീഡിയോസിൽ നിന്ന് നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിൽ കീവേഡ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങളുണ്ടാവും. അത് മാത്രം നിങ്ങൾ എടുത്ത് എഴുതുക. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കൂടി ഇമ്പോർട്ടൻസ് ഉള്ളതും കൂടി എടുത്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ പിന്നെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ നോട്ടുണ്ടല്ലോ, അതാണ് പിന്നെ ഫുൾ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോട്ടുണ്ടാക്കി നിങ്ങളിപ്പോൾ 100 പേജിൻ്റെ നോട്ട് ബുക്ക് വാങ്ങി, നിങ്ങൾ മാക്സിമം അതിൽ ഉപയോഗിക്കുക. 32 പേജൊക്കെ മാക്സിമം പോയിക്കൊണ്ടേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 20 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട എത്രയാണ്, 21 ദിവസം ഇരുന്നു, അതിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നുപോയി. 20 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട എത്ര, 32 പേജാണ്. മനസ്സിലായോ? 32 പേജ് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടുള്ളൂ. ഈ 32 പേജ് പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ എം ഗ്യാരണ്ടി ഷുവർ അബൌട്ട് ദാറ്റ് എൻ്റെ കണക്കിൽ 87 എബോവ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എഴുതി വെച്ചോളൂ. പിന്നെ ഫസ്റ്റ് കട്ടിങ് ടൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വീഡിയോസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഷീറ്റ് മെറ്റലിൻ്റെ പ്ലേലിസ്റ്റിൽ ആ കട്ടിങ് ടൂളിൻ്റെ വീഡിയോസും അല്ലെങ്കിൽ അതിൻ്റെ അതുണ്ടാവും. അത് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ പ്ലേലിസ്റ്റ് പോയിട്ട് ജസ്റ്റ് കാണുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്ത് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കിയ ഇതാണ് പിന്നെ നിങ്ങൾ നോക്കേണ്ടുള്ളൂ.
അപ്പോൾ നമ്മൾ ആ ടൂൾസിൻ്റെ ഒരു കാര്യം കൂടി വന്നു കഴിഞ്ഞാലും മാക്സിമം പോയി കഴിഞ്ഞാൽ 2 പേജ് വന്നാലും 34 പേജേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ദിവസം 20 ഇതാകുമ്പോൾ 34 പേജ് 20 ദിവസം കൊണ്ട് 34 പേജ് പഠിക്കുക. അല്ല 20 ദിവസം എടുക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 15 ദിവസം എടുക്കുക. ബാക്കി 5 ദിവസം നിങ്ങൾ എന്ത് റിലാക്സ് ആക്കിയിട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഈ ജോലി നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി 2 വീഡിയോ കൂടി ചെയ്യും. അത് ചിലപ്പോൾ ലോങ് ആയിരിക്കും, ലോങ് വീഡിയോസ് ആയിരിക്കും, ചിലപ്പോൾ ക്ലബ്ബിയിട്ട് ഒരു ലോങ് വീഡിയോ ആയിരിക്കും. എന്നാൽ ചെയ്യാമെന്ന് എനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല, കാരണം KGC പിള്ളേരുടെ എക്സാം ഉണ്ട്, എനിക്ക് അവർക്ക് ക്ലാസ് എടുക്കേണ്ടതുണ്ട്. ഞാൻ ഒരു ITIയിൽ വർക്ക് ചെയ്യാണ്, പിന്നെ എനിക്ക് വേറൊരു ജോലി കൂടിയുണ്ട്. അപ്പോൾ ടൈം കിട്ടാറില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ശരി, ഓക്കെ, ബൈ.